പ്രൈസ് ലോർഡ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല നാമത്തിൽ ജോയ്സ് ടിവിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഞങ്ങളുടെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങളൊക്കെ കർത്താവിൽ സന്തോഷമായിരിക്കുന്നു എന്ന് കർത്താവിൽ വിശ്വസിക്കുന്നു. ഇന്ന് നമ്മോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു കർത്താവിൻ്റെ ദാസനാണ് തൻ്റെ ജീവിതത്തിൻ്റെ അനുഭവം ഷെയർ ചെയ്യേണ്ടതിന് നമ്മോടൊപ്പം ആയിരിക്കുന്നത്. ആ പ്രിയപ്പെട്ട കർത്താവിൻ്റെ ദാസൻ്റെ ജീവിതത്തിൻ്റെ അനുഭവം നിങ്ങൾക്ക് ഓരോരുത്തർക്കും വളരെയധികം അനുഗ്രഹമായി തീരുമെന്ന് ഞാൻ കർത്താവിൽ വിശ്വസിക്കുന്നു. വളരെ ശ്രദ്ധയോടും പ്രാർത്ഥനയോടും കൂടെയൊക്കെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ഈ സാക്ഷ്യം നിങ്ങളുടെ ആത്മീക ജീവിതത്തിൻ്റെ വർധനവിന് കർത്താവ് ഇടയാക്കി തീർക്കട്ടെ. പ്രിയപ്പെട്ട കർത്താവിൻ്റെ ദാസനെ വളരെയധികം സ്നേഹത്തോടും ആദരവോടും കൂടെ ഞങ്ങൾ ജോയ്സ് ടി വിയിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. ആമേൻ. പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്. കർത്താവിൻ്റെ ദാസനെ, എന്തൊക്കെയുണ്ട് വിശേഷം? സന്തോഷമായിരിക്കുന്നുവോ? ദൈവകൃപയാൽ സുഖമായിട്ടിരിക്കുന്നു. ഓക്കെ പാസ്റ്റേ, ദേവദാസനെ എവിടെ നിന്നാണ് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നതെന്നൊന്ന് പറഞ്ഞാലേ കേൾവിക്കാർക്ക് മനസ്സിലാകും. മലപ്പുറം ജില്ലയിൽ നിലമ്പൂര് ചുങ്കത്ര എന്ന് പറയുന്ന സ്ഥലത്താണ് എൻ്റെ സ്വദേശം. മലപ്പുറം ജില്ലയിൽ നിലമ്പൂര്. ഓക്കെ പാസ്റ്റേ, എൻ്റെ സ്വദേശം. പാസ്റ്റ് ഇപ്പോഴായിരിക്കുന്നത് കോട്ടയം ചിങ്ങവനം. കോട്ടയം ചിങ്ങവനം ന്യൂ ഇന്ത്യ ബൈബിൾ കോളേജിൻ്റെ ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡ് തമ്പി പ്രസിഡന്റായി സ്ഥാപിച്ച ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡ് എന്ന പ്രസ്ഥാനത്തോട് ചേർന്നാണ് പ്രവർത്തിക്കുന്നത്. അതിന്റെ ഹെഡ്ക്വാർട്ടറിൽ തന്നെയാണ് താമസിക്കുകയും ചെയ്യുന്നത്. ഓക്കെ. കർത്താവ് ഒരു അനുഗ്രഹിക്കപ്പെട്ട അവസരമാണല്ലോ ഒരുക്കി തന്നിരിക്കുന്നത്. അനുഗ്രഹിക്കപ്പെട്ട കർത്താവിൻ്റെ ദാസനാണല്ലോ പാസ്റ്റർ വി എ തമ്പി. ആ ദൈവദാസന് അമ്മാമ്മയൊക്കെ നമ്മൾ വ്യക്തിപരമായി അറിയത്തില്ലെങ്കിലും നമ്മൾ മീഡിയ ത്രൂ ഒക്കെ അവരെ കണ്ടിട്ടുണ്ട്. കർത്താവ് ഉപയോഗിച്ച ഒരു ദൈവദാസനും ദാസിയുമാണല്ലോ. ഇന്നും കർത്താവ് അവരുടെ കുഞ്ഞുങ്ങളെയൊക്കെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നല്ലോ. ആ പ്രസ്ഥാനത്തെയും കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു പാസ്റ്ററെ. പാസ്റ്ററിൻ്റെ ജീവിതാനുഭവം ഷെയർ ചെയ്യുന്നതിന് മുന്നമേ തന്നെ നമുക്ക് ദൈവസന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം പരിശുദ്ധ കർത്താവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നപ്പാ, വാഴ്ത്തുന്നപ്പാ. അങ്ങയുടെ മഹാസാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരിക്കുന്നതിനാൽ നന്ദിയപ്പാ. ഞങ്ങളങ്ങയുടെ പാദപീഠത്തിലായിരിക്കുന്ന കർത്താവേ, ഹല്ലേലൂയ. നിന്റെ ദാസനെ കർത്താവ് നടത്തിയ വിധങ്ങളും വഴികളുമൊക്കെ കേൾവിക്കാരുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹവും ആത്മീക വർധനവിനും കാരണമായി തീരുവാൻ കർത്താവ് സഹായിച്ചാട്ട് അങ്ങയുടെ കാര്യങ്ങൾ ഞങ്ങളെ ഏൽപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഓക്കെ പാസ്റ്റേ, ഞാൻ ഇനിയുള്ള സമയം ദൈവദാസന് നൽകി തരികയാണ്. ദൈവദാസൻ പകൽക്കാലമൊക്കെ ഒരുപാട് ബിസി ആയിരുന്നെന്ന് മനസ്സിലാക്കുവാനിടയായി തീർന്നു. അതുകൊണ്ട് സമയം ഒട്ടും കളയാതെ കർത്താവിൻ്റെ ദാസന് നൽകി തരികയാണ്. ജീവിതാനുഭവം ദൈവദാസന് ഷെയർ ചെയ്യാവുന്നതാണ്. താങ്ക് യു പാസ്റ്ററെ. പ്രൈസ് ലോർഡ്. കർത്താവിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ നല്ല സമയത്തിനായിട്ട് കർത്താവിന് മഹത്വം കരയറ്റുന്നു. ഇങ്ങനെ ഒരു അവസരം സർവശക്തനായ ദൈവം ജീവിതത്തിൽ തന്നതിന് ദൈവത്തിന് പ്രാരംഭത്തിൽ മഹത്വം കരയറ്റുകയാണ്. പ്രതികാൽ ജോയ്സ് ടി വി, അതിന്റെ ഉത്തരവാദിത്തപ്പെട്ടവര്, പ്രത്യേക ആന്റി, ഇതിന്റെ അണിയറയിൽ പ്രവർത്തിക്കുന്നവര് എല്ലാവരെയും ഓർത്ത് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. സർവശക്തനായ ദൈവം ദൈവരാജ്യത്തിന്റെ വ്യാപ്തിക്കായിട്ട് ഈ പ്രവർത്തനത്തെ ശക്തമായി വിശാലതയിലേക്ക് കൊണ്ടുവരട്ടെ. ഇതിന്റെ പ്രേക്ഷകരെ എല്ലാം ഞങ്ങൾ വന്ദനം ചെയ്യുകയാണ്. നിങ്ങളുടെ ജീവിതത്തിന് ഇത് ഒരു അനുഗ്രഹമായി തീരട്ടെ. ഈ ശുശ്രൂഷ അനേകരെ വിശ്വാസത്തിൽ ഉറപ്പിക്കാൻ അത് കാരണമായി തീരട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും പ്രാരംഭത്തിൽ ചെയ്യുന്നു. കർത്താവ് സഹായിക്കട്ടെ. എൻ്റെ പേര് ബിജേഷ് തോമസ് എന്നാണ്. മലപ്പുറം ജില്ലയിൽ നിലമ്പൂര് എന്ന് പറയുന്ന ഒരു കുടിയേറ്റ മേഖലയിലാണ് ഞാൻ ജനിച്ചു വളർന്നപ്പെട്ടിട്ടുള്ളത്. കുടിയേറ്റ മേഖല എന്ന് പറയുമ്പോൾ കുടിക്കൊട്ടും കുറവില്ലാത്തവര്, എൻ്റെ സ്നേഹിതന്റെ ഭാഷയിൽ പറഞ്ഞാൽ കുടിക്കൊട്ടും കുറവില്ലാത്ത ആളുകൾ ഉള്ള ഒരു സ്ഥലമാണ് കുടിയേറ്റ മേഖല എന്ന് പറയുന്നത്. ഒരു കാലത്ത് നാട്ടിൽ നിന്നൊക്കെ പോയി കൃഷിയൊക്കെ ചെയ്ത് ജീവിക്കുന്ന ആളുകളാണ് ഈ കുടിയേറ്റ മേഖലയിൽ പാർത്തുകൊണ്ടിരിക്കുന്ന ആളുകൾ എന്ന് പറയുന്നത്. എൻ്റെ പിതാവിന്റെ പേര് തോമസ് എന്നാണ്. തോമസ് വൈക്കത്ത് നിന്ന് മലബാറിൽ പോയി താമസിക്കുന്നതാണ്. എൻ്റെ അമ്മയുടെ പേര് മേരി തോമസ്. കടമനട്ടയിൽ നിന്ന് എൻ്റെ അമ്മയും അമ്മയുടെ പിതാവും ഒക്കെ മലബാറിൽ വഴിക്കടവ് എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയി താമസിക്കുകയാണ്. അങ്ങനെയാണ് ഞങ്ങളുടെ ബന്ധുക്കള് മലബാറിലോട്ട് എത്തിപ്പെടാനായിട്ട് ഇടയായി തീർന്നു. പപ്പ ആദ്യം വയനാട്ടിലാണ് ചെന്നത്. പിന്നെ അവിടുന്ന് നിലമ്പൂരോട്ട് പപ്പ ഒരു സ്ഥലം മേടിച്ച് അവിടോട്ട് വന്ന് താമസമാകാനായിട്ട് ഇടയായി തീർന്നു. ഞാൻ ജനിച്ചു വളർത്തപ്പെട്ടതൊക്കെ നിലമ്പൂർ ചുങ്കത്തറ പൂക്കോട്ടുമണ്ണ എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ ജനിച്ചു വളർത്തപ്പെട്ടത്. മക്കൾ ഉണ്ടാകത്തില്ലെന്ന് ലോക വൈദ്യന്മാർ വിധി പറഞ്ഞ ഒരപ്പന്റെ അമ്മയുടെയും
മൂത്ത മകനായിട്ട്, 3 ആൺമക്കളിൽ മൂത്ത മകനായിട്ട് ജനിക്കാൻ സ്വർഗം എനിക്ക് ഭാഗ്യം തന്നു. എൻ്റെ അമ്മ എപ്പോഴും എന്നോട് പറയും, പ്രാർത്ഥനയുടെ ഫലമാണ് ദൈവം ഈ ഭൂമിയിൽ നിനക്ക് ജനിക്കാൻ അവസരം ഉണ്ടായത്. അതുകൊണ്ട് വളരെ പ്രാർത്ഥനയോടും വിശ്വാസത്തോടും വേണം മുന്നോട്ട് പോകാൻ എന്ന് മാതാവ് എപ്പോഴും പറയും. ഞങ്ങളൊരു നാമധേയ ക്രൈസ്തവ കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടതാണ്. എൻ്റെ പപ്പ യാക്കോബ ബാക്ക്ഗ്രൗണ്ടിലുള്ള ആളായിരുന്നു. എൻ്റെ അമ്മ മർത്തോമ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വിശ്വാസത്തിലേക്ക് വന്ന ഒരാളാണ്. അപ്പം ഈ ഞങ്ങൾക്ക് അടുത്തുണ്ടായിരുന്നത് മർത്തോമ പള്ളി ആയതുകൊണ്ട് എൻ്റെ അമ്മ എപ്പോഴും ഞങ്ങളെ മർത്തോമ പള്ളിയിൽ ഞങ്ങൾ ഒരുമിച്ച് പോയിക്കൊണ്ടിരുന്നത്. അപ്പം എൻ്റെ അമ്മ നല്ലൊരു പ്രാർത്ഥന ഉള്ള ഒരു സഹോദരിയായിരുന്നു. നന്നായി പ്രാർത്ഥിക്കും. ഏത് പ്രതിസന്ധിയെയും ജയിച്ചു കൊണ്ടിരുന്നത് ആ മർത്തോമ പശ്ചാത്തലത്തിലാണെങ്കിൽ നന്നായി പ്രാർത്ഥിക്കുന്ന ഒരു സ്വഭാവത്തിന് ഉടമയായിരുന്നു. ഏത് കൺവെൻഷൻ വന്നാലും ഏത് മീറ്റിംഗ് വന്നാലും ഞങ്ങളെ 3 പേരെയും മുന്നിൽ കൊണ്ടുപോയി നിർത്തി ഞങ്ങളെ 3 പേരെയും എല്ലാവരെയും കൊണ്ട് പ്രാർത്ഥിപ്പിക്കുമായിരുന്നു. അച്ഛൻ പള്ളിയിൽ അച്ഛനാകണമെന്നും പറഞ്ഞ് നേർന്നതാണ് എന്നെ. അങ്ങനെ മക്കളുണ്ടാകത്തില്ലെന്ന് പറഞ്ഞിരുന്നപ്പോൾ സുവിശേഷ വിലയ്ക്ക് കൊടുക്കാമെന്ന് പറഞ്ഞ് തലമുറ ജനിച്ചതായതുകൊണ്ട് ആ ഒരു സത്യോപദേശത്തിൽ തന്നെയാണ് വളർത്തിക്കൊണ്ടുവരുവാനായിട്ട് ഇടയായി തീർന്നത്. എനിക്ക് 2 സഹോദരന്മാരാണ്. എൻ്റെ രണ്ടാമത്തെ സഹോദരൻ, അദ്ദേഹം നോർത്ത് ഇന്ത്യയിലെ സ്കൂളില് പ്രിൻസിപ്പൾ ആയിരുന്നു. കൊറോണ സമയത്ത് നാട്ടിലേക്ക് വന്നു. ഇപ്പോൾ അമ്മയും ഒക്കെ നോക്കി വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്ത് സുവിശേഷ പ്രവർത്തനത്തിന്റെ ഭാഗമായി മലപ്പുറം ജില്ലയിൽ നിലമ്പൂര് താമസിക്കുന്നു. എനിക്ക് ഇളയ ഒരു സഹോദരനുണ്ട്. അദ്ദേഹം UK ഒരു 10-80 പ്രവർത്തനം അദ്ദേഹത്തിനുണ്ട്. ഇപ്പോൾ അദ്ദേഹം കുടുംബമായിട്ട് UK താമസിക്കുന്നു. അവിടെ ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡിന്റെ അനുഗ്രഹീതമായ ഒരു സഭ ഷെൽട്ടൻഹാം എന്ന് പറയുന്ന സ്ഥലത്ത് അദ്ദേഹത്തിനുണ്ട്. അവരുടെ കുടുംബമായിട്ട് അവിടെ താമസിക്കുന്നു. എനിക്ക് 2 കുഞ്ഞുങ്ങളാണുള്ളത്. മൂത്തയാളുടെ പേര് അബിഗെയിൽ, 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഇളയാളുടെ പേര് യസൈമ, അവള് 6ാം ക്ലാസ്സിൽ പഠിക്കുന്നു. വൈഫിന്റെ പേര് ജെയ്സി. അവര് ഇവിടെ ഇല്ല. ഞാൻ ഓർത്തിരുന്നു ഈ ഇന്റർവ്യൂ ഇങ്ങനെ നടക്കുന്ന സമയത്ത് മക്കളെ കൊണ്ട് ഒരു പാട്ടൊക്കെ പാടിക്കണമെന്ന് വിചാരിച്ചു. പക്ഷെ അവരില്ല. നന്നായി പാട്ട് പാടും. ഒരു കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി അവരും പ്രയോജനപ്പെടുകയാണ്. അവരെന്റെ മലബാറിലേക്ക് പോയിരിക്കുകയാണ്. സ്തോത്രം. ഇതാണ് എൻ്റെ ഒരു ചെറിയൊരു കുടുംബത്തെക്കുറിച്ചുള്ള ഒരു വിവരണം എന്ന് പറയുന്നത്. കർത്താവായ യേശുവിനെ കണ്ടുമുട്ടാനിടയായ സംഭവം മുതൽ ഞങ്ങൾ വിശ്വാസത്തിലേക്ക് വന്ന സാഹചര്യം മുതൽ പറഞ്ഞു വരുവാനായിട്ട് താല്പര്യപ്പെടുന്നു. എൻ്റെ ജനനം എന്ന് പറയുന്നത് പറഞ്ഞല്ലോ, മക്കൾ ഉണ്ടാകത്തില്ലെന്ന് ലോക വൈദ്യന്മാർ വിധി പറഞ്ഞ ഒരു അപ്പന്റെ അമ്മയുടെയും മൂത്ത മകനായിട്ട് ജനിക്കാൻ എനിക്ക് ഭാഗ്യം തന്നു. എൻ്റെ 16ാമത്തെ വയസ്സിൽ എൻ്റെ പിതാവ് ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു പോയി. എൻ്റെ പിതാവ് ഒരു സോറിയാസിസ് എന്ന് പറയുന്ന മാരകമായ അസുഖത്തിന് ഉടമയായിരുന്നു. എൻ്റെ പിതാവ് ഒരു സ്ഥലത്ത് കുറെ നേരം നിന്നാൽ ആ സ്ഥലത്തിന് ചുറ്റും ശരീരം ഇങ്ങനെ പൊടിഞ്ഞു വീണ് നമ്മൾ ഈ അരിപ്പൊടിയൊക്കെ വാരി വിതറിയതുപോലെ എൻ്റെ കുഞ്ഞിലെ ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെയുള്ള കാഠിന്യ ശോധനയിലൂടെ കടന്നുപോയ ഒരു കുടുംബമാണ് എൻ്റെ കുടുംബം. എൻ്റെ മാതാവ് പിടിച്ചു നിന്നത് മുഴുവൻ വിശ്വാസത്തിനു വേണ്ടി ഈ ഇറങ്ങിത്തിരിച്ചത് നിമിത്തം പ്രാർത്ഥനയിൽ ആണ് പിടിച്ചു നിൽക്കുവാനായിട്ട് ഇടയായി തീർന്നത്. സ്തോത്രം. ഞങ്ങള് വിശ്വാസത്തിലേക്ക് വരുവാനുണ്ട്. എൻ്റെ മാതാവ് പ്രാർത്ഥിക്കുന്ന ഒരു സഹോദരിയാണെങ്കിൽ ഇങ്ങനെ പെന്തക്കോസ്ത് എന്ന് പറയുന്ന ഒരു സാഹചര്യത്തോട് വളരെ താല്പര്യം കുറവുള്ള ആളായിരുന്നു. മർത്തോമയിൽ തന്നെ നന്നായി പ്രാർത്ഥിക്കും, ഉപവസിക്കും, എല്ലാ കാര്യങ്ങളെല്ലാം ചെയ്യും. അത് മതി എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. 2 സുവിശേഷ വേലക്കാര് ഹൗസ് വിസിറ്റിങ്ങിനായിട്ട് വീട്ടിൽ വന്നു. അവരോട് വേണ്ട, ഞങ്ങൾ പള്ളിയിൽ പോകുന്നവരാ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നവരാണ് എന്നൊക്കെ പറഞ്ഞവരെ പറഞ്ഞയച്ചു. അവർ പോകാൻ നേരത്ത് പറഞ്ഞു, എന്തെങ്കിലും പ്രാർത്ഥനാ വിഷയം ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒരു പ്രാർത്ഥന ഇന്ന സ്ഥലത്ത് നടക്കുന്നുണ്ട്, അമ്മാമ്മ വരണം എന്ന് പറഞ്ഞിട്ട് പോയി. ഇവിടെ നിന്നുകൊണ്ട് സുവിശേഷ വേലക്കാര് ഇത് കേൾക്കുന്നവരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങൾ ഹൗസ് വിസിറ്റിംഗ് ചെയ്യുന്നത് വെറുതെ അല്ല. എൻ്റെ ചർച്ചിലെ ഇന്നലെ ഒരു സഹോദരി, ആ സഹോദരി പറഞ്ഞൊരു സാക്ഷ്യം, 26 വർഷം മുമ്പ് ആ സഹോദരി സുവിശേഷം പറഞ്ഞ ഒരു വീട്ടിലെ ആ സഹോദരി വിശ്വാസത്തിലേക്കും അവിടെ അവർ പോയി തലേ ദിവസം പാർത്തിട്ടാണ് എൻ്റെ ചർച്ചിലോട്ട് വരുന്നത്. 26 വർഷം മുമ്പ് വിതച്ച വിത്തും കിളിർക്കാനിടയായി തീർന്നു. അങ്ങനെ ആ സുവിശേഷകർ വന്ന് പറഞ്ഞിട്ട് പോയ പദമാണ് ഇന്ന് ഞങ്ങൾ 3 തലമുറകൾ സുവിശേഷ വിലയിൽ നിൽക്കാൻ കാരണമായി തീർന്നത്. അതുകൊണ്ട് സുവിശേഷ വേലക്കാരോട് ഞങ്ങൾ ജോയ്സ് TV ഞങ്ങൾ പറയാൻ താല്പര്യപ്പെടുന്നത്, നിങ്ങൾ പറയുന്നത് വെറുതെയല്ല. വീട് കയറുന്നത് നിർത്തരുത്, പേഴ്സണൽ ഇവാഞ്ചലിസം നിർത്തരുത്. ശക്തമായി കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടണം. വിതച്ചിടുക എന്നുള്ളതാണ് നമ്മുടെ ജോലി. കൊയ്ത്ത് നൽകുക എന്നുള്ളത് ദൈവത്തിന്റെ പദ്ധതിയാണ്. അത് പരിശുദ്ധാത്മാവ് സമയാസമയങ്ങളിൽ ചെയ്തുകൊള്ളും എന്നുള്ളതിന് 2 പക്ഷമില്ല. സ്തോത്രം. ചിലര് ഐസിയുവിൽ കടന്നത് സ്വീകരിക്കും, ചിലര് ആത്മഹത്യയുടെ വക്കിൽ നിന്ന് അത് സ്വീകരിക്കും, ചിലര് പ്രതികൂലത്തിന്റെ നടുവിൽ അത് സ്വീകരിക്കും, ചിലര് കടത്തിന്റെ നടുവിൽ അത് സ്വീകരിക്കും. വിതച്ചിടുക പ്രയോജനമായി തീരും. അങ്ങനെ വിതച്ചിട്ട ഒരു വിത്ത് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന അതിശക്തമായ ഒരു പ്രതികൂലത്തിന്റെ നടുവിൽ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായി. പ്രാർത്ഥിക്കുന്ന മാതാവാണ്, പക്ഷേ ആത്മഹത്യ എന്ന സാഹചര്യം മുന്നിൽ വന്നു. സമാധാനമില്ല. എൻ്റെ പപ്പ മദ്യപാനിയൊന്നുമല്ല,
പക്ഷെ എൻ്റെ വല്യപ്പൻ ഭയങ്കര മദ്യപാനിയാണ്, പപ്പയുടെ ചേട്ടൻ നല്ല മദ്യപാനിയായിരുന്നു. പക്ഷേ പപ്പ മദ്യപാനിയല്ല, പക്ഷെ വീട്ടിൽ സമാധാനമില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ പറയാനൊന്നുമില്ല, സമാധാനമില്ല. ഞങ്ങൾ ഇപ്പോൾ വിചാരിക്കുന്നു ആ സുവിശേഷകരുടെ പ്രാർത്ഥനയായിരിക്കാം ഒരുപക്ഷെ അതിന്റെ കാരണമെന്ന്. 5-6 ഏക്കർ സ്ഥലമുണ്ട്, ഇഷ്ടംപോലെ നെല്ല്, കപ്പ, അതുപോലുള്ള സംവിധാനങ്ങളെല്ലാം ഉണ്ട്. അന്നത്തെ കാലത്തെ നല്ലൊരു വീട്, ഓലപ്പരയാണെങ്കിലും നല്ലൊരു വീടുണ്ട്. പക്ഷെ സമാധാനത്തോടെ കിടന്നുറങ്ങാൻ കഴിയാത്ത വളരെ വേദനാജനകമായ സാഹചര്യങ്ങളിലൂടെ ഭവനം കടന്നു പോവുകയാണ്. എന്തെന്നില്ലാത്ത നിരാശകൾ. എൻ്റെ അമ്മ പല പ്രാവശ്യം ആത്മഹത്യക്ക് വേണ്ടി ശ്രമിച്ച സാഹചര്യങ്ങളുണ്ടായി. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ദിവസം അമ്മയ്ക്ക് ഇതിങ്ങനെ ഓർമ്മ വരികയാണ്. ഈ വന്ന് പറഞ്ഞ സുവിശേഷകർ അന്വേഷിച്ചു പോയി, ആ പറഞ്ഞ പ്രാർത്ഥനാ സ്ഥലം അന്വേഷിച്ചു പോയി. അവിടെ ചെന്നപ്പോൾ അവിടുന്ന് മാറ്റി വേറെ സ്ഥലത്തോട്ടായി. അവിടെ ചെന്നു. അങ്ങനെ ആ പ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ തുടങ്ങി. അതൊരു ബ്രദറൻ കൂട്ടായ്മയായിരുന്നു. ആ ബ്രദറൻ കൂട്ടായ്മയിൽ ഞങ്ങൾ അങ്ങനെ പ്രാർത്ഥനയ്ക്ക് കടന്നുപോയി. അങ്ങനെ വചനം കേട്ടു, മാനസാന്തരപ്പെട്ടു, വിശ്വാസത്തിലേക്ക് സ്റ്റെപ്പ് എടുത്തു വെക്കാനായിട്ട് ഇടയായി തുടർന്നു. വിശ്വാസത്തിലേക്ക് സ്റ്റെപ്പ് ഒക്കെ എടുത്തപ്പം ഈ ആഭരണമൊക്കെ ഊരി വിശ്വാസത്തിലേക്ക് ഇറങ്ങി തിരിച്ചപ്പോഴത്തേനും ബന്ധുക്കളെല്ലാം പ്രതികൂലമായി. വളരെ മോശമായ അപവാദങ്ങൾ പറഞ്ഞു വരുത്താനായിട്ട് തുടങ്ങി. അപ്പോ സഹായിക്കാൻ ആരുമില്ലാതിരുന്ന സാഹചര്യത്തിൽ വിശ്വാസത്തിലേക്ക് സ്റ്റെപ്പ് എടുത്തു വെച്ച് കഴിഞ്ഞപ്പോൾ സഹായിക്കാമെന്ന് പറഞ്ഞ് ചുറ്റുപാടുകളിൽ നിന്ന് ആളുകൾ എഴുന്നേൽക്കാൻ തുടങ്ങി. പള്ളിയിലേക്ക് തിരിച്ചു വാ, എന്നാൽ സഹായിക്കാമെന്ന സാഹചര്യത്തിലോട്ട് ചുറ്റുപാടുകൾ വന്നു. അതൊന്നും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ധൈര്യമായി തന്നെ മാതാവ് അറിഞ്ഞ വിശ്വാസത്തിന്, വചനം കേട്ട് വിശ്വാസത്തിൽ വന്നതായതുകൊണ്ട്, അത്ഭുതം കണ്ടല്ല, രോഗസൗഖ്യം കണ്ടല്ല, വചനം കേട്ട് വിശ്വാസത്തിൽ വന്നതായതുകൊണ്ട് ആ വിശ്വാസത്തിന് വേണ്ടി ശക്തമായി മാതാവ് പിടിച്ചു നിൽക്കാനായിട്ട് തുടങ്ങി. പപ്പ ആദ്യം പ്രതികൂലമായിരുന്നെങ്കിലും പിന്നീട് പപ്പയും വിശ്വാസത്തിലേക്ക് വന്നു. ഞങ്ങൾ കൊച്ചു കുഞ്ഞുങ്ങളാണ്. ഞങ്ങളെ അങ്ങനെ സൺഡേ സ്കൂളിന് പറഞ്ഞു വിടും. കിലോമീറ്ററുകൾ നടന്നു വേണം കൂട്ടായ്മയ്ക്ക് വേണ്ടി കടന്നു പോകാൻ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ വീടിന്റെ അടുത്ത് ഒരു പെന്തക്കോസ്റ്റ് കൂട്ടായ്മ ആരംഭിക്കാനായിട്ട് ഇടയായി തീർന്നു. ഞങ്ങൾ അങ്ങനെ ദൂരം, യാത്രാക്ലേശം ഒക്കെ വെച്ച് ഞങ്ങൾ ഒരു നിമിത്തം പോലെ ഞങ്ങൾ ആ പെന്തക്കോസ്റ്റ് കൂട്ടായ്മയിലേക്ക് പ്രവേശിക്കാനായിട്ട് ഇടയായി തീർന്നു. അതൊരു വലിയ ആത്മനിയോഗമായിട്ട് മാറ്റപ്പെട്ടു. ഞങ്ങളുടെ ബന്ധുക്കൾ വന്നാൽ ഞങ്ങളുടെ പപ്പയോട് മിണ്ടാറില്ല, സഹകരിക്കില്ല. കാരണം പപ്പയുടെ അടുത്തോട്ട് വരാൻ കഴിയില്ല, വല്ലാത്തൊരു സ്മെല്ലൊക്കെ അനുഭവപ്പെടുന്ന ഒരു സാഹചര്യമായിരുന്നു. അതുകൊണ്ട് ആരും അടുത്തോട്ട് വരത്തില്ല. എന്നാൽ ഞങ്ങൾ ഇങ്ങനെ പെന്തക്കോസ്റ്റ് വിശ്വാസത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ വെളിയനാട് തോമസ് കുട്ടി എന്നറിയപ്പെടുന്ന തോമസ് കുട്ടി പാസ്റ്റർ, തോമസ് എബ്രഹാം, ശക്തനായ ഒരു സുവിശേഷകനാണ്. ഇന്ന് അമേരിക്കയിലാണ്. അദ്ദേഹമാണ് ഇപ്പോഴും ഞങ്ങളുടെ പാസ്റ്റർ. അദ്ദേഹം ഞങ്ങളുടെ വീട്ടിലോട്ട് കടന്നു വന്നു. ഞങ്ങൾ ആ കൂട്ടായ്മയിലേക്ക് പോകാൻ തുടങ്ങി. അദ്ദേഹമാണ് ഞങ്ങളുടെ പപ്പയെ ചേർത്ത് ആലിംഗനം ചെയ്യുന്നത്, മറ്റൊരാൾ ആലിംഗനം ചെയ്യുന്നത് ഞാൻ കണ്ടത് അദ്ദേഹമാണ്. വളരെ ദൈവസ്നേഹമുള്ള, സുവിശേഷാത്മാവുള്ള ശക്തനായ ഒരു മനുഷ്യനായിരുന്നു. അന്ന് ആ കാലഘട്ടത്തിൽ ദൈവം അദ്ദേഹത്തെ ഇന്നും ശക്തമായിട്ട് ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡിന്റെ മിഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ സ്റ്റേറ്റ് ഡയറക്ടറാണ്, ജോയിന്റ് സെക്രട്ടറി ആയിട്ടൊക്കെ ഇന്ന് അദ്ദേഹം സേവനമനുഷ്ഠിക്കുന്നു. അന്ന് 10-25 വർഷം മുമ്പ് അദ്ദേഹം ഞങ്ങളുടെ വീട്ടിൽ കടന്നു വന്നു. അങ്ങനെ ഞങ്ങൾ പെന്തക്കോസ്റ്റ് കൂട്ടായ്മയിലേക്ക് പോയി. ഞങ്ങൾ അങ്ങനെ ആത്മാഭിഷേകം പ്രാപിക്കുന്ന ഒരു തലത്തിലേക്ക് ഞങ്ങൾ വന്നു. ശക്തമായ ആരാധന വെളിപ്പെടുന്ന ഒരു ഞായറാഴ്ച ഞങ്ങൾ 3 പേരും ഒരുപോലെ അഭിഷേകം പ്രാപിച്ചു. ശക്തമായ ആത്മാ സാന്നിധ്യം വെളിപ്പെടാൻ തുടങ്ങി. അങ്ങനെ ഒരു ആത്മാന്തരീക്ഷത്തിലേക്ക് ഞങ്ങൾ കുടുംബമായിട്ട് പതുക്കെ കയറാൻ തുടങ്ങി. പ്രതികൂലങ്ങളൊക്കെ അങ്ങനെ തന്നെ പഴയതുപോലെ നിൽക്കുന്നുണ്ട്. എങ്കിൽ തന്നെയും സമാധാനം എന്നത് വീട്ടിൽ വാഴാനായിട്ട് തുടങ്ങി. ഞങ്ങളുടെ TV പ്രേക്ഷകരോട് ഞങ്ങൾക്ക് പറയാനുള്ള ഒരു സന്ദേശം എന്ന് പറയുന്നത്, അസമാധാനം കുടികൂട്ടി വാഴുന്നത് യേശു ജീവിതത്തിൽ ഇല്ലാത്തത് കൊണ്ടാണ്. യേശു ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ അസമാധാനത്തിന്റെ കെട്ടുകൾ അഴിയുന്നത് കണ്ണിന്റെ മുൻപിൽ നമുക്ക് കാണാൻ കഴിയും. അതൊരു കിഴവിക്കഥയോ കേട്ട ഒരു കഥയോ അല്ല, ഏതെങ്കിലും പുസ്തകത്തിൽ വായിച്ച അനുഭവമല്ല, ജീവിതത്തിലെ പച്ചയായ യാഥാർത്ഥ്യമാണ്. ആത്മഹത്യയുടെ കെട്ട് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത് കാണാൻ ദൈവം അവസരം തന്നു. നിരാശയുടെ കെട്ട് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത് കാണാൻ അവസരമുണ്ടായി. കടഭാരമുണ്ട്, രോഗം പപ്പയുടെ ഒന്നും സൗഖ്യമായില്ല, പ്രശ്നം പരിഹരിക്കപ്പെട്ടൊന്നുമില്ല. പക്ഷേ സമാധാനം എന്താണെന്ന് ഞങ്ങൾ അനുഭവിക്കാനായിട്ട് തുടങ്ങി. അതാണ് കർത്താവിനെ അനുഗമിക്കുന്നവരുടെ ഏറ്റവും വലിയ പ്രത്യേകത, സമാധാനം അനുഭവിക്കുക എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മീഡിയാസിലൊക്കെ വരുന്ന പല വീഡിയോസും സംവാദങ്ങളും ഒക്കെ കണ്ടെന്റെ ചെറുപ്പക്കാരായ കൂട്ടുകാർ എന്നോട് ചോദിച്ചു, എന്താ അങ്കിളെ ഇങ്ങനെയൊക്കെ, ആത്മീയർ ഇങ്ങനെയൊക്കെയാണോ, ഇതാണോ പ്രാർത്ഥിക്കുന്നവർ ചെയ്യുന്നേ എന്നൊക്കെ ചോദിച്ചു. ഞാനത് അവരുടെ മുൻപിൽ പെട്ടെന്ന് സ്റ്റക്കായി പോയി. പക്ഷേ പരിശുദ്ധാത്മാവിനോട് അന്നേരം പറഞ്ഞു, മോനെ, നമ്മുടെ വീടിന് മുമ്പിൽ നിൽക്കുന്ന മാവ് കണ്ടോ, ആ മാവിൽ 5000 മാങ്ങയുണ്ട്. ആ 5000 മാങ്ങയിൽ ഒരു 100 എണ്ണം പുഴുക്കുത്തുള്ളതായിരിക്കും എന്ന് കരുതി ആ മാവ് ചോടോടെ വെട്ടിക്കളയാറില്ല ആരും. പുഴുക്കുത്തുള്ളത് തെരഞ്ഞു പിടിച്ച് പറിക്കാറുമില്ല. ഇത് വെട്ടുമ്പോഴേ പുഴുവുണ്ടോ, ചെത്തു നോക്കുമ്പോഴേ പുഴുവുണ്ടോ, നല്ലതാണോ എന്ന് അറിയാനായിട്ട് പറ്റത്തുള്ളൂ. അതുകൊണ്ട് കളയും കൂടെ വളർന്നോട്ടെ, നീ അത് നിരാശപ്പെടണ്ട. അവര് ബലപ്പെട്ടു, ഞാനും ബലപ്പെട്ടു. അതുകൊണ്ട് പലതായ പ്രതികൂലങ്ങൾ അന്നത്തെ കാലത്ത് ഞങ്ങളുടെ നേരെ കടന്നു വന്നപ്പോഴെല്ലാം പിടിച്ചു നിൽക്കാനിടയായത് ഈ വിശ്വാസത്തിന്റെ ആഴത്തിൽ വേരൂന്നി
ഹൃദയത്തിൽ വസിച്ചത് കൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് അങ്ങനെ പിടിച്ചു നിന്ന് പ്രയോജനപ്പെടുവാനായിട്ട് ഇടയായി തീർന്നത് എന്ന് സന്തോഷത്തോടെ ഞങ്ങൾക്ക് പറയാനായിട്ട് കഴിയും. അങ്ങനെ ഞങ്ങൾ അഭിഷേകം പ്രാപിച്ചു. പാസ്റ്റർ ഞങ്ങളോട് പറയും, മക്കളെ നിങ്ങൾ 3 പേരും അമ്മയും കുട്ടി പപ്പ കസേരയിലൊക്കെ കുറച്ചു നേരം വന്നിരിക്കും, നിങ്ങൾ ഇരുന്ന് പ്രാർത്ഥിക്കണം. ഞങ്ങൾ അങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. മണിക്കൂറുകൾ ഞങ്ങൾ അങ്ങനെ ഇരുന്ന് ആത്മാവിൽ പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി, അന്യഭാഷയിൽ പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി, വചനം ധ്യാനിക്കാൻ തുടങ്ങി. ഞങ്ങൾ 6 മണിക്ക് 6:30 പ്രാർത്ഥിക്കാൻ ഇരുന്നാൽ ഈ 9 മണി 9:30 വരെയൊക്കെ ആത്മാവിൽ അന്യഭാഷയിൽ ആരാധിക്കുന്ന ഒരു തലം ഞങ്ങളുടെ കുടുംബാന്തരീക്ഷത്തിലേക്ക് ഇറങ്ങി വരാൻ തുടങ്ങി. ആത്മാവിൽ ആരാധിക്കാൻ തുടങ്ങിയപ്പോൾ ഓരോന്നായി കെട്ടുകൾ അഴിഞ്ഞു മാറുന്നത് ഞങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഞങ്ങൾക്ക് കാണാനായിട്ട് കഴിഞ്ഞു. അത് ഏറ്റവും വലിയ സന്തോഷമായിരുന്നു. ഞങ്ങളുടെ ജീവിതത്തിന്റെ പ്രതിസന്ധികൾ എന്ന് പറഞ്ഞു നിൽക്കുന്ന ഓരോ വെല്ലുവിളികളും ഓരോ ദിവസം അഴിഞ്ഞു മാറുന്നത് കാണുവാൻ സ്വർഗം ഞങ്ങൾക്ക് ഭാഗ്യം തന്നു. എന്റെ ജീവിതത്തിൽ ആരാധനയോടുള്ള ബന്ധത്തിൽ നടന്ന ഒരു അത്ഭുതം പറയട്ടെ. ഞാൻ ഒരു ജോലി ചെയ്യുന്ന സമയത്ത് എന്റെ വിദ്യാഭ്യാസത്തിന് ശേഷം 10ാം ക്ലാസ് വിദ്യാഭ്യാസം ഞാൻ 10ാം ക്ലാസ്സിലെ ക്രിസ്മസ് പരീക്ഷ കഴിഞ്ഞ് എന്റെ പപ്പയുടെ കൂടെ മെഡിക്കൽ കോളേജിലായിരുന്നു. വലിയ പരീക്ഷ എഴുതാനാണ് വരുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാതെ പഠിക്കുമായിരുന്നു. പക്ഷേ ഒരു 2-3 മാസത്തെ പഠിത്തം പോയത് കൊണ്ട് എന്റെ 10ാം ക്ലാസ് ഞാൻ ഫെയിലായി. 10ാം ക്ലാസ് ഫെയിലായി. തുടർന്ന് പഠിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായി. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ തുടർന്ന് പഠിക്കാൻ കഴിയാത്ത സാഹചര്യം വന്നു കഴിഞ്ഞപ്പോ ഞാൻ ജോലിക്ക് വേണ്ടി പോയി. എന്റെ ഒരു വകയിലെ ഒരു അമ്മാച്ചി ഞങ്ങളുടെ വീട്ടിൽ വന്നു. എന്റെ അമ്മയോട് പറഞ്ഞു, പൊടിയമ്മ നീ മോനെ എന്റെ കൂടെ ജോലിക്ക് വിട്, ഞാൻ അവന്റെ കാര്യങ്ങൾ ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം എന്നെയും കൊണ്ട് അദ്ദേഹത്തിന്റെ കമ്പനിയിൽ ജോലിക്കായിട്ട് പോയി. അങ്ങനെ ഞാൻ ആ കമ്പനിയിൽ ജോലി ചെയ്യുന്ന സമയത്ത് പ്രാർത്ഥനയുണ്ട്, വിശ്വാസമുണ്ട്, കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്നുണ്ട്, കൃപാവരങ്ങളാൽ ദൈവം അഭിഷേകം ചെയ്തിട്ടുണ്ട്, അതെല്ലാം വ്യാപാരം ചെയ്തുകൊണ്ടും ജീവിതത്തിന്റെ സന്ധാരണത്തിന് വേണ്ടി സുവിശേഷ വേലയ്ക്ക് വേണ്ടി സമർപ്പിച്ചതാണ്. അപ്പൊ തന്നെ ജീവിതത്തിന്റെ സന്ധാരണത്തിന് വേണ്ടി അങ്ങനെ ജോലിക്ക് വേണ്ടി ഇറങ്ങിത്തിരിച്ചു. ഇങ്ങനെ ജോലി ചെയ്യുന്ന സമയത്ത് ഒരു ദിവസം എനിക്ക് ശക്തമായ ഒരു ആക്സിഡന്റ് ഉണ്ടായി. എന്റെ ഉപ്പൂറ്റിയുടെ മുകൾ ഫ്രണ്ട് വശം ഒരു കല്ലിൽ അടിച്ച് നന്നായിട്ട് കീറിപ്പോയി. സൈക്കിളിൽ ഞാൻ യാത്ര ചെയ്യാണ്. പെട്ടെന്ന് ഓപ്പോസിറ്റ് ഇരുട്ടത്ത് രാത്രിയിൽ വന്ന ബസിന്റെ വെട്ടം കണ്ണിലടിച്ചിട്ട് കാല് വല്ലാതെ മുറിഞ്ഞു. അത് തുന്നിക്കെട്ടാൻ കഴിയാത്തതുപോലെ ഹോസ്പിറ്റലുകാർ വലിച്ചു കൂട്ടി തുന്നി. ഞാൻ ഒരാഴ്ച എന്റെ കമ്പനിയിൽ തന്നെ വിശ്രമിച്ചു. അതിനുശേഷം വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ ഞാൻ ഇങ്ങനെ വയ്യാതായതൊന്നും അമ്മയോടൊന്നും പറയുന്നില്ല. അമ്മയും 2 അനിയന്മാരുമാണ്. ആ സമയത്ത് പിതാവ് മരണപ്പെട്ടു പോയി. അപ്പം ഇങ്ങനെ വേദനപ്പെട്ട് വീട്ടിലോട്ട് വരുന്ന സമയത്ത് മാതാവ് രോഗിയായിട്ട് കിടക്കുന്നു, അനിയന്മാർ 2 പേരും രോഗിയായിട്ട് കിടക്കുന്നു. ഞങ്ങൾക്ക് പിന്നെ ഒരു വരുമാനം എന്ന് പറയുന്നത് കറവ പശുവാണ്. 2 പശുക്കൾ വീട്ടിലുള്ളത്, കറവയുള്ളത് പനി ബാധിച്ച് തൊഴുത്തിൽ വീണ് കിടക്കുന്നു. ഞാൻ വീണ് കിടക്കുന്നു. എല്ലാവരും ഒരുമിച്ച് വീണ് കിടക്കുന്ന ഒരു സമയത്താണ് ഒരു ശനിയാഴ്ച വൈകിട്ട് ഞാൻ വീട്ടിലോട്ട് കയറി വരുന്നത്. ഞാൻ ഒത്തി കയറി വരുന്നുണ്ട്. അപ്പൊ അമ്മയ്ക്ക് ഭയങ്കര സങ്കടമായി, ഭയങ്കര കരച്ചിലായി, ബഹളമായി. ഞങ്ങൾ സന്ധ്യയ്ക്ക് പ്രാർത്ഥിക്കാനായിട്ടിരുന്നു. ഞാൻ അനിയന്മാർ 2 പേരെയും പിടിച്ചുകൊണ്ട് വന്ന് അവിടെ ഒരു ചെറിയ 2 കസേര ഉണ്ട്. ആ കസേരയിലോട്ട് പിടിച്ചിരുത്തി ഞാനും ഒരു കസേരയിൽ ഇരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഒരു പാട്ടിന്റെ 4 വരി, സൈന്യത്താലല്ല ശക്തിയാലല്ല എന്ന ആ പാട്ടിന്റെ 4 വരി പാടിയത് ഞങ്ങൾക്ക് ഓർമ്മയുണ്ട്. ആ പാട്ട് ഏകദേശം 1.5 മണിക്കൂർ കഴിയുമ്പോഴാണ് ഞങ്ങൾ അന്തരീക്ഷത്തിൽ ആ വീടിനകത്താണ് നിൽക്കുന്നത് എന്നുള്ള ചിന്തയിലേക്ക് തിരിച്ചു വരുമ്പോൾ 2 അനിയന്മാരും പറന്ന് നടന്ന് ആരാധിക്കുകയാണ്. അമ്മ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ് ഞങ്ങളുടെ കൂടെ വന്നിരിക്കുകയാണ്. തൊഴുത്തിൽ ഞങ്ങൾ ചെന്ന് നോക്കുമ്പോൾ അതുവരെ കിടന്നിരുന്ന, പനി ബാധിച്ച് കിടന്നിരുന്ന 2 പശുക്കളും എഴുന്നേറ്റ് നിൽക്കുകയാണ്. എന്തോ ഒരു പൈശാചിക ശക്തി ഭവനാന്തരീക്ഷത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത് കാണാൻ ഞങ്ങൾക്ക് അവസരം ഉണ്ടായി. ഞങ്ങളെ കേൾക്കുന്ന ഞങ്ങളുടെ പ്രേക്ഷകരോട് പറയാം, ആത്മീക ആരാധന നിങ്ങളുടെ വീടുകൾക്കകത്ത് വെളിപ്പെട്ട ഈ സാക്ഷ്യം കേൾക്കുന്ന ദൈവമക്കളെ, കുടുംബത്തിന്റെ കെട്ടുകൾ അഴിയും, സാഹചര്യത്തിന്റെ വിധിയെഴുത്തുകളുടെ കെട്ടുകൾ പൊട്ടും, നിന്ദകൾ ഉരുണ്ടുമാറും. അതിന്റെ സാക്ഷിയാണ് ഞങ്ങൾ. അങ്ങനെ ഒരു അത്ഭുതം നടന്നത് ഞാൻ ഓർക്കുന്നു. അങ്ങനെ ഞാൻ എൻ്റെ 10ാം ക്ലാസ് വിദ്യാഭ്യാസത്തിന് ശേഷം ഞാൻ ഒരു എയർ കണ്ടീഷൻ കമ്പനിയിലേക്കാണ് ജോലിക്ക് വേണ്ടി കടന്നു പോകുന്നത്. ഞാൻ ജോലി ചെയ്യുന്ന സമയത്താണ് പെട്ടെന്ന് എൻ്റെ പിതാവ് ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു പോയി. അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. ഞാനൊരു എയർ കണ്ടീഷൻ മെക്കാനിക്കാണ്. അതുപോലെ ഇലക്ട്രിക് വെൽഡിങ്, ടിക് വെൽഡിങ്, മിഗ് വെൽഡിങ്, വയറിങ്, പ്ലംബിങ്, ഈ ജോലികളെല്ലാം ഞാൻ ഏകദേശം ഒരു 4 വർഷത്തോളം ആ കമ്പനിയിൽ നിന്ന് 4-5 വർഷത്തോളം ആ കമ്പനിയിൽ നിന്ന് പഠിച്ചെടുക്കാനിടയായി തോന്നുന്നു. അങ്ങനെ നല്ലൊരു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സാലറിയിൽ ജോലി ചെയ്യുമ്പോഴാണ് 2001 ഞാൻ സുവിശേഷ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കുന്നത്. അപ്പൊ തന്നെ എപ്പോഴും വീട്ടിൽ ചെല്ലുമ്പോൾ അമ്മ പറയും, ജോലിയല്ല പ്രധാനം, സുവിശേഷ വേലയാണ്. പാസ്റ്റർ പറയും, സുവിശേഷ വേലയ്ക്ക് വേണ്ടി നീ ഇറങ്ങാൻ, ദൈവം നിന്നെ വിളിക്കുന്ന സമയത്ത് ഇറങ്ങണം. അങ്ങനെ ഒരു എൻകൗണ്ടറിന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. തക്ക സമയത്ത് ദൈവത്തിന്റെ ഒരു എൻകൗണ്ടർ ഉണ്ടായി. സുവിശേഷ വേലയ്ക്ക് പോകാൻ ഒരു നിയോഗം ഉണ്ടായി. അതിനുവേണ്ടി ഇറങ്ങിത്തിരിച്ചു. എന്റെ പിതാവ് മരണപ്പെട്ട് 2 സഹോദരന്മാർ പഠിക്കുകയാണ്. എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് അറിയത്തില്ല.
അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഞാൻ സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഇറങ്ങുന്നത്. ഞാൻ ജോലി ചെയ്യുന്ന സമയത്തുണ്ടായ ഒരു അനുഭവം എന്ന് പറയുന്നത്, എന്റെ രണ്ടാമത്തെ സഹോദരൻ 10ാം ക്ലാസ് കഴിഞ്ഞ് +1 അഡ്മിഷൻ എടുക്കണം. ആ സമയത്താണ് എന്റെ പിതാവ് മരണപ്പെടുന്നത്. ഈ സമയത്ത് അമ്മയുടെ ഒരു ബന്ധുവിന്റെ അടുക്കൽ പോയിട്ട് 1000 രൂപ വായ്പ ചോദിച്ചു. അന്ന് +1 തുടങ്ങിയ സമയം. 2000 രൂപ വേണം സ്കൂളിൽ അഡ്മിഷനും മറ്റു കാര്യങ്ങൾക്കും എല്ലാം ആയി. അമ്മ ചെന്ന് 1000 രൂപ വായ്പ ചോദിച്ചു. വായ്പ ചോദിച്ചപ്പോ അമ്മയുടെ ബന്ധു പറഞ്ഞു, മോളെ, എന്റെ കയ്യിൽ ഇപ്പൊ തരാനില്ല, നിന്റെ വീടിനെ ഇതുവരെ സഹായിച്ചത് തന്നെ നിനക്ക് തന്നു തീർക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല, അതുകൊണ്ട് ഇനി നിനക്ക് അങ്ങോട്ട് തന്നു സഹായിക്കാൻ എന്റെ കയ്യിൽ കാശില്ല എന്ന് പറഞ്ഞ് എന്റെ അമ്മയെ മടക്കി വിട്ട സാഹചര്യം ഞാൻ ഓർക്കുകയാണ്. ഈ സമയത്ത് ഞാനിത് അറിയുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോ ഞാൻ ജോലി ചെയ്തിരുന്ന കമ്പനിയുടെ ഓണർ എന്റെ വകയിലൊരു അമ്മാച്ചനാണ്. അദ്ദേഹം ഒരു മർത്തോമാക്കാരനാണ്. ഇന്ന് അദ്ദേഹം ഒരു വിശ്വാസിയാണ്. അദ്ദേഹം എന്നെ വിളിച്ചിട്ട് ശനിയാഴ്ച വൈകിട്ട് ഞാൻ വീട്ടിലോട്ട് പോവാം. അതിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഒരു കവർ എൻ്റെ കയ്യിൽ തന്നിട്ട് പറഞ്ഞു, നീ നിന്റെ അമ്മയുടെ കൈ കൊണ്ട് കൊടുക്കണം. സ്തോത്രം. ഞാൻ ആ കവറുമായിട്ട് വീട്ടിൽ കയറി വന്നു. ശനിയാഴ്ചകളിലാണ് വീട്ടിൽ വരാറുള്ളത്. ശനിയാഴ്ച വീട്ടിൽ കയറി വന്ന് മുഷിഞ്ഞ ഡ്രസ്സൊക്കെ അലക്കാനിട്ടിട്ട് ഞാൻ ഈ കവർ എടുത്ത് അമ്മയുടെ കൈ കൊടുത്തിട്ട് ഞാൻ കുളിക്കാൻ ഇറങ്ങിപ്പോയി. പെട്ടെന്ന് ഒരു കരച്ചിൽ കേട്ട് ഞാൻ ഓടി കയറി വന്നപ്പോൾ അമ്മ ഈ കവർ തുറന്ന് പിടിച്ചിട്ട് അതിനകത്ത് പൈസ 2000 രൂപ. ഞാൻ ചോദിച്ചു, പൈസ കിട്ടിയെന്തിനാ കരയുന്നേ? അതിനകത്തൊരു എഴുത്തുണ്ട്, ഇത് നിന്റെ രണ്ടാമത്തെ മകന്റെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ഉപയോഗിക്കണം. അമ്മ എന്നോട് പറഞ്ഞില്ല, എന്റെ സഹോദരന്മാരോട് പറഞ്ഞില്ല, ബന്ധുവിന്റെ അടുത്ത് പോയതും അവരിങ്ങനെ പറഞ്ഞു, ഒന്നും പറഞ്ഞില്ല. എന്റെ അമ്മാച്ചനോട് പറഞ്ഞില്ല, ഞാൻ കമ്പനി ജോലി ചെയ്യുന്ന എന്റെ അമ്മാച്ചനോട് പറഞ്ഞില്ല, ആരോടും പറഞ്ഞില്ല. എന്നാൽ പറഞ്ഞു, ആരോടെന്നറിയാമോ? രാത്രിയിൽ കണ്ണുനീർ തൂകുമ്പോൾ മനസ്സലിയുന്ന നമ്മുടെ ചാരവേ നിൽക്കുന്ന കർത്താവിനോട് 3-4 ദിനരാത്രങ്ങളായി അമ്മ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അമ്മ അലറിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഞാൻ ആരോടും പറഞ്ഞില്ല, പക്ഷേ എന്റെ കണ്ണുനീര് കണ്ട ദൈവം. 40 കിലോമീറ്റർ അകലെയാണ് ഞാൻ ജോലി ചെയ്യുന്നത്. ആ കമ്പനിയിലുള്ള ഓണറോട് ഇടപെട്ട് അദ്ദേഹം അങ്ങനെ തന്നെ എഴുതി ആ പൈസ വീട്ടിലോട്ട് തന്നുവിട്ടു. ദൈവം നൂലെ കെട്ടി ഇറക്കുമെന്ന് എന്നോട് ചോദിച്ചാൽ ഈ 24-23 വർഷത്തെ സുവിശേഷ വേലയുടെ അനുഭവത്തിൽ പറയാം, ദൈവം നൂലെ കെട്ടി ഇറക്കും. അത് ഇന്നും ഇറക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞങ്ങളെ കേൾക്കുന്ന സുവിശേഷ വേലക്കാരോട് പറയാം, നിരാശപ്പെടണ്ട, ഭാരപ്പെടണ്ട. വിളിച്ച ദൈവം വിശ്വസ്തനാണ്. അവൻ അന്ത്യം വരെയും വഴി നടത്താൻ ശക്തനായ ദൈവമാണ്. ഇതിനു മുമ്പേ സാക്ഷി എന്റെ സ്നേഹിതൻ, എന്റെ ഒരു സ്നേഹിതനുണ്ട് ഈ ചാനലിൽ, അദ്ദേഹം സാക്ഷി പറഞ്ഞിട്ടുണ്ട്. രാജൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ മകനുണ്ട്. ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ സാക്ഷ്യം അത് പറഞ്ഞു കാണുമോ എന്ന് എനിക്ക് അറിയത്തില്ല. അദ്ദേഹത്തിന് രണ്ടാമത്തെ മകനുണ്ട്. അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസത്തിന്റെ സമയത്ത് ഇതുപോലെയായിരുന്നു. ഒരു അത്ഭുത ദൈവപ്രവൃത്തി. ദൈവം നൂലെ കെട്ടി ഇറക്കുന്നത് സ്വർഗത്തിലെ ദൈവം കാണാനിടയാക്കി. അദ്ദേഹം സുവിശേഷകനാണ്. ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം, സുവിശേഷ വേലക്കാരെ നിരാശപ്പെടണ്ട, ദൈവവേദലെ നിരാശപ്പെടണ്ട. നമ്മുടെ ദൈവം ജീവിക്കുന്ന ദൈവമാണ്. പത്മോസിൽ എന്റെ ദൈവം ഇറങ്ങിയാൽ, പത്മോസിൽ ദൈവത്തിന്റെ മഹത്വമായിട്ടാണ് ഇറങ്ങുന്നത്. അതുവരെ പത്മോസ് കൊലപാതകത്തിന്റെ സ്ഥലമാണെങ്കിൽ, തടവറയാണെങ്കിൽ, ഹല്ലേലൂയ, കുറ്റവാളികളെ കൊല്ലുന്ന സ്ഥലമാണെങ്കിൽ, യോഹന്നാൻ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അത് സ്വർഗമാണ്. ദൈവം ഇറങ്ങുന്നിടം സ്വർഗമാണ്. യേശു ഇറങ്ങുന്നിടം രാജാവുള്ളിടത്ത് രാജകോലാഹലം ഉണ്ടെന്ന. അങ്ങനെ ഉണ്ടെങ്കിൽ പത്മോസിൽ, ഹല്ലേലൂയ, യേശു ഇറങ്ങി നിന്നപ്പോൾ ആ നരകതുല്യമായ പത്മോസ് സ്വർഗമായി. നിന്റെ ജീവിതം നരകതുല്യമാണെങ്കിൽ യേശു ഇറങ്ങി നിന്നാൽ അത് സ്വർഗതുല്യമായി മാറുമെന്നതിന് ഞങ്ങളുടെ ജീവിതം തെളിവാണ്. സന്തോഷമുണ്ടെന്ന് ഹൃദയത്തിനകത്ത്. അങ്ങനെ ഞാൻ ആ കമ്പനിയുടെ ഓണർ തിരിച്ചു വന്നു തിങ്കളാഴ്ച. അങ്കിളിനോട് ഞാൻ കരഞ്ഞോണ്ട് പറഞ്ഞു, ഞങ്ങളെ എനിക്ക് വേണ്ടി തന്ന ആ നന്മയ്ക്ക് നന്ദിയുണ്ട് കേട്ടോ. അദ്ദേഹം എന്നോട് പറഞ്ഞു, കുഞ്ഞാൻ നീ ആരോടും നന്ദി പറയണ്ട. അത് ഞങ്ങൾ പലരായിട്ട് സംഘടിപ്പിച്ച ഒരു തുകയുടെ ഒരു വീതമാണത് എന്ന് പറഞ്ഞാൽ മഹത്വം ദൈവത്തിന് മാത്രം കൊടുത്താൽ മതി. നോക്കിക്കേ, ദൈവം ഒരു കാര്യം ചെയ്താൽ ആ മഹത്വം താൻ വേറെ ആർക്കും കൊടുക്കില്ല. അപ്പൊ അന്ന് ആ പഠനത്തിന് വേണ്ടി എന്റെ അനിയന്റെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ഒരു ബന്ധുവിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, പറമ്പൊത്തിരി കിടപ്പുണ്ടല്ലോ, പിതാവും മരിച്ചു, ഇനി ആ പിള്ളേര് പറമ്പി പണിയെടുത്ത് ജീവിക്കട്ടെ എന്നാണ് അദ്ദേഹം അന്ന് പറഞ്ഞത്. സ്തോത്രം. എന്തായിരുന്നാലും ആ മകൻ അന്ന് അദ്ദേഹം സഹായിച്ചിരുന്നെങ്കിൽ, രണ്ടാമത്തെ മകൻ ഒരു സ്കൂളിന്റെ പ്രിൻസിപ്പളായിട്ട് അദ്ദേഹം വർക്ക് ചെയ്യായിരുന്നു. അദ്ദേഹം സഹായിച്ചിരുന്നെങ്കിൽ പറഞ്ഞേനെ, അവരുടെ കട്ടകാലത്ത് ഞാനാണ് അവരെ സഹായിച്ചതെന്ന്. ഇതാരോടും നമ്മൾ നന്ദി പറയണ്ട. അവന്റെ സാലറി കിട്ടുമ്പോൾ ദൈവത്തോട് നന്ദി പറഞ്ഞാൽ മതി. അവന്റെ വിദ്യാഭ്യാസം കാണുമ്പോൾ ദൈവത്തോട് നന്ദി പറഞ്ഞാൽ മതി. ആർക്കും കടക്കാരനല്ല എന്ന് പാടുന്നത് വെറുതെയല്ല. അവൻ ആർക്കും കടക്കാരൻ നമ്മളെ ആക്കത്തുമില്ല എന്നുള്ളതാണ് ഈ യാഥാർത്ഥ്യം. അപ്പോ ഇങ്ങനെ ഞങ്ങൾ മുന്നോട്ട് പോയി. അവന് +1 പഠിക്കാൻ അവസരം ഉണ്ടായി. +2 പാസ്സായി. അവൻ ഡിഗ്രി പഠിച്ചു. അത് കഴിഞ്ഞ് നോർത്തിൽ പോയി. 10-15 വർഷം നോർത്തിൽ അവൻ അധ്യാപകനായിട്ട് ജോലി ചെയ്തു. നല്ല സാലറിയിൽ അദ്ദേഹം ജോലി ചെയ്തു. ഇപ്പോ സുവിശേഷ വേലയുടെ ഭാഗവും
അതുപോലെ മാതാവിനെ നോക്കുക എന്നുള്ള റെസ്പോൺസിബിലിറ്റി, അത് മക്കളുടെ ഒരു ഉത്തരവാദിത്വമാണല്ലോ. സ്തോത്രം. ഞങ്ങളെ കേൾക്കുന്ന ഏതെങ്കിലും തലമുറകൾ അങ്ങനെ വളർത്തിയ മാതാക്കളെ നോക്കാൻ കഴിയാതെ സാഹചര്യങ്ങളുടെ പുറകെ പോകുന്നെങ്കിൽ, മാതാക്കളെ നോക്കാൻ അവസരമുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു സാഹചര്യം അതിനുവേണ്ടി ക്രമീകരിക്കുക. അത് നിശ്ചയമായി നമ്മുടെ തലയ്ക്ക് അനുഗ്രഹമാകുമെന്നുള്ളതിന് രണ്ട് പക്ഷമില്ല. വലിയ ജോലിയുണ്ട്, നോർത്തിൽ പോയാൽ സ്വന്തമായിട്ട് സ്കൂൾ തുടങ്ങാൻ സംവിധാനമുണ്ട്, കാശൊക്കെ കിട്ടും. പക്ഷെ അതെല്ലാം കളഞ്ഞേച്ച് വീട്ടിൽ വന്ന് ചെറിയ വരുമാനത്തിൽ മാതാവിനെ നോക്കി വീട്ടിലെ കാര്യങ്ങൾ ചെയ്ത് അദ്ദേഹം ഇന്ന് വീട്ടിൽ നിൽക്കുകയാണ്. സ്തോത്രം. അങ്ങനെ അദ്ദേഹം മുന്നോട്ട് പോകുന്നു. അതാണ് രണ്ടാമത്തെ അനിയന്റെ ഒരു അനുഭവം എന്ന് പറയുന്നത്. അങ്ങനെ ഞാൻ ജോലി 2001 കാലഘട്ടമായപ്പോൾ ഞാൻ എൻ്റെ ജോലി അവസാനിപ്പിച്ചിട്ട് സുവിശേഷ വേലയ്ക്ക് വേണ്ടി പോയി. സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഞാൻ പോകുകയെന്ന് വീട്ടിൽ പറഞ്ഞപ്പോൾ അമ്മയോട് പറഞ്ഞു, മോനെ ഞാൻ പ്രാർത്ഥിക്കുന്നു, നിനക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ 1 മാസത്തേക്കുള്ള അരി നീ മേടിച്ചു തന്നിട്ട് വേണം സുവിശേഷം. നീ ദൈവത്തോട് ഒരു അടയാളം പറ, ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ ഒരു വഴി ദൈവം എനിക്ക് തുറന്നു തന്നാൽ അത് ഞാൻ മേടിച്ചു കൊടുക്കും. 1 ചാക്ക് അരി വീട്ടിൽ മേടിച്ചു വെച്ചേച്ച് ഞാൻ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങുകയാണ് എന്ന് തീരുമാനിക്കാൻ പറഞ്ഞു. അങ്ങനെ തീരുമാനിച്ചു. ദൈവം 1 ചാക്കല്ല 2 ചാക്കിനുള്ള വഴി തുറന്നു തന്നു. പെട്ടെന്നായിരുന്നു അതിനുള്ള വഴി തുറന്നത്. മേടിച്ചുകൊണ്ട് വീട്ടിലോട്ട് വന്നു. അടുത്ത ദിവസം ആകെ അറിയാവുന്ന ബൈബിൾ കോളേജിലെ പോകാനുള്ള വഴി അറിയാവുന്നത് ഞങ്ങളുടെ പാസ്റ്റർ സ്വതന്ത്രമായിട്ട് നിൽക്കുകയാണ്. ഈ ടിവിയിൽ റേഡിയോയിൽ പണ്ട് തൊട്ടേ ഇങ്ങനെ കേൾക്കുമായിരുന്നു, ഇത് ആത്മീയ യാത്ര, നിങ്ങൾ കേൾക്കുന്നത് ആത്മീയ യാത്ര, ഞാൻ KP യോഹൻ എന്ന് പറഞ്ഞ ഒരു റേഡിയോ സന്ദേശം കുഞ്ഞിലേ രാവിലെ 5:45 അമ്മ വീട്ടിൽ ഓണാക്കി വെക്കും. അത് കേട്ടോണ്ടാണ് രാവിലെ എഴുന്നേക്കുന്നത്. അപ്പൊ ഈ കേൾക്കുന്നത്, നിങ്ങൾക്ക് വചനം പഠിക്കാൻ താല്പര്യമുണ്ടോ? ഒരെഴുത്തിടൂ, ആത്മീയ യാത്ര, മഞ്ഞാടി BO, തിരുവല്ല. ഈ അഡ്രസ്സ് മനസ്സിൽ ഇങ്ങനെ പതിഞ്ഞു കിടക്കാണ്. ബൈബിൾ പഠിക്കാൻ പോകാൻ തീരുമാനിച്ചപ്പോൾ നേരെ ഒരു കത്തിട്ടു, ആത്മീയ യാത്ര, മഞ്ഞാടി BO, തിരുവല്ല. ആ കത്തിന് ഒരു കാർഡാണ് ഞാൻ ഇട്ടത്, പഠിക്കാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു. അവരെന്നെ കോണ്ടാക്ട് ചെയ്തു, എനിക്ക് കത്തിട്ടു, പാലക്കാട് ജില്ലയിൽ ഇന്ന സമയത്ത് ഇന്ന ദിവസം വരുന്നുണ്ട്, ഇന്ന സ്പോട്ടിൽ ഇത്ര മണിയാകുമ്പോൾ വന്നു നിൽക്കണം. ഞാൻ എൻ്റെ അമ്മാച്ചനോട്, കമ്പനിയുടെ ഉടമസ്ഥനോട് എന്ന് പറഞ്ഞ് ഞങ്ങളെ സുവിശേഷ വേലയ്ക്ക് പോവാണ്. അങ്കിൾ പറഞ്ഞാൽ നീ ഇപ്പൊ പോകുന്നത് എന്തിനാ? ഒന്ന്, ആകെ ഇത്രയും നീളമുള്ളൂ, എനിക്ക് വളരെ പൊക്കം പറഞ്ഞു, ആകെ കുറച്ച് വലിയ ആളേ ഉള്ളൂ, കാണാനുണ്ടോ, വിദ്യാഭ്യാസം ഉണ്ടോ, 10ാം ക്ലാസ്സിൽ തോറ്റു, എന്റെ പാസ് എന്ന് പറഞ്ഞാൽ 6 അടി പൊക്കം, സിനിമാ നടനെ പോലെ എന്റെ പാസ്സൊക്കെ ഉണ്ടായിരിക്കുന്നത്. അദ്ദേഹമൊക്കെ പോവുകയാണെങ്കിൽ ആരെങ്കിലും ബഹുമാനിക്കുകയും ചെയ്യും. നീയൊക്കെ സുവിശേഷ ജോലി ചെയ്യും, എന്നിട്ട് സുവിശേഷ വേലയെ സഹായിക്കും, വീട്ടിലെ കാര്യങ്ങൾ നടക്കണ്ടേ എന്നൊക്കെ പറഞ്ഞ അദ്ദേഹം. സ്നേഹം കൊണ്ടാണ്, വേറൊന്നും കൊണ്ടല്ല. അങ്ങനെ ഞാൻ പറഞ്ഞു, അല്ല, എന്നെ ദൈവം വിളിച്ചു, എനിക്ക് സുവിശേഷ വേലയ്ക്ക് പോയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് എന്റെ കമ്പനിയിലുള്ള കൂട്ടുകാരെല്ലാം കൂടെ എനിക്ക് 2 വെള്ള ഷർട്ടൊക്കെ മേടിച്ച് തന്ന്, എനിക്കൊരു സെൻഡ് ഓഫ് ഒക്കെ തന്ന്, അങ്ങനെ വിട്ടിരിക്കുന്ന എന്നെ മാത്രമേ ഉള്ളൂ കമ്പനിയിൽ നിന്ന്. സ്തോത്രം. അങ്ങനെ എന്നെ സെൻഡ് ഓഫ് ഒക്കെ തന്ന് ബൈബിൾ കോളേജിലേക്ക് പഠിക്കാൻ ഞാൻ ഇന്റർവ്യൂവിന് വേണ്ടി ചെന്നു. ഇന്റർവ്യൂവിൽ എന്നെ പാസ്സായി. ഞാൻ നേരെ എറണാകുളത്ത് കാക്കനാട് നിലംപതിഞ്ഞ് മുകളിലുള്ള ആത്മീയാത്രയുടെ ബൈബിൾ കോളേജിൽ വന്ന് പഠനം തുടങ്ങി. 1 വർഷം പഠനം അദ്ദേഹം അവിടെ പൂർത്തീകരിച്ചു. 1 വർഷം പഠനം പൂർത്തീകരിക്കുന്ന സമയത്താണ് അദ്ദേഹം ഈ കുപ്പായ വിടുന്ന സാഹചര്യങ്ങളിലൊക്കെ വന്നത്. അത് ഉപദേശപരമായി അങ്ങോട്ടൊന്നും പോകുന്നില്ല. സ്തോത്രം. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അധ്യാപകരും വിദ്യാർത്ഥികളും തമ്മിൽ ചെറിയ സംസാരമൊക്കെ ആയി. പെട്ടെന്ന് കോളേജ് കുറച്ച് നാളത്തേക്ക് അടച്ചു. ഞങ്ങളെ കുറച്ചു പേര് തിരിച്ചു വിളിച്ചില്ല. അങ്ങനെ പെന്തക്കോസ്തുകാരായ എന്ന് പറഞ്ഞാൽ മറ്റ് സഭകളിൽ നിന്ന് വന്ന ആത്മീയത്തിലുള്ളവരെ എല്ലാം തിരിച്ചു വിളിച്ചവരെ തിരുവല്ലായി കൊണ്ടുവന്നു. അല്ലാതെ ഉള്ളവരെ ഒന്നും തിരിച്ചു വിളിച്ചില്ല. ഞാൻ വീണ്ടും ഞങ്ങളുടെ തന്നെ ഒരു ബൈബിൾ കോളേജിൽ, ഞങ്ങളുടെ പാസ്റ്റർക്ക് ഒരു ബൈബിൾ കോളേജ് അന്നേരം തുടങ്ങി. അവിടെ പോയി മലയാളം മീഡിയത്തിൽ 1 വർഷം പിന്നെയും പഠിച്ചു. അപ്പൊ 2 വർഷത്തെ പഠനം കഴിഞ്ഞ് ഒരു പുതിയ ഫീൽഡിൽ പ്രവർത്തനവുമായിട്ട് ഞാനിങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ പ്രവർത്തനവുമായിട്ട് നിൽക്കുന്ന സാഹചര്യത്തില് പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഒരു ദൈവാത്മ നിയോഗം ഉണ്ടായി. വീണ്ടും ഒന്ന് പഠിക്കാനായിട്ട് പോകണം എന്നൊരു നിയോഗം ഉണ്ടായി. അങ്ങനെ എൻ്റെ ഒരു അമ്മാച്ചന്റെ മകളുണ്ട്, റിനി. അവള് സുവിശേഷ വേലയിലാണ്. എൻ്റെ 2ാമത്തെ അനിയൻ, അവൻ നോർത്തിൽ അധ്യാപകനായിട്ട് ജോലി ചെയ്യുകയാണ്. അപ്പം ഇവര് 2 പേരും ലീവിന് നാട്ടിൽ വന്ന സമയത്താണ് ഞാൻ ഈ വീണ്ടും പഠിക്കാൻ പോകണം എന്നുള്ള കാര്യം പറഞ്ഞത്. IPCയുടെ ഒരു ബൈബിൾ കോളേജിൽ അഡ്മിഷൻ ഫോം മേടിച്ചുകൊണ്ട് വന്നു. അങ്ങനെ മേടിച്ചുകൊണ്ട് വന്ന് അത് ഫില്ല് ചെയ്യുന്ന സമയത്ത് അവർ ഇംഗ്ലീഷ് മീഡിയത്തിലേക്കാണ് എനിക്ക് ടിക്ക് ചെയ്തത്. ഞാൻ 10ാം ക്ലാസ് തൊട്ടാണ് ഇംഗ്ലീഷ് മീഡിയത്തിൽ ABCD അക്ഷരമാല അല്ലാതെ എനിക്കൊന്നും അറിയത്തില്ല. പെൻ എന്ന് പറഞ്ഞാൽ ഒരു പേനയാണെന്ന് പറയാൻ എനിക്ക് അറിയാൻ മേല. ഇംഗ്ലീഷ് ഭയങ്കര പേടിയാണ്. ആകെ ഈശ്വര അറിയാവുന്ന ഇഷ്ടമുള്ളത് ഹിസ്റ്ററിയും കണക്കുമാണ്. ഇംഗ്ലീഷ് ഭയങ്കര, ഇവരെനിക്ക് ഇംഗ്ലീഷ് മീഡിയത്തിൽ ഇംഗ്ലീഷിൽ ടിക്ക് ചെയ്തു. അത് ഞങ്ങളുടെ സഭ, ചുമതല സഭ ഭയങ്കര ശക്തമായി ഇങ്ങനെ ആരാധനയൊക്കെ വെളിപ്പെട്ട് നിൽക്കുന്ന നല്ല കൃപാവരങ്ങളോടൊക്കെ പ്രയോജനപ്പെട്ടിരിക്കുന്ന സമയം. അങ്ങനെ അവർ ആത്മനിയോഗം ഉണ്ടായി, പഠിക്കാൻ പോയി. ഇവർ ഇംഗ്ലീഷ് മീഡിയം ഇന്റർവ്യൂവിന് ചെന്നപ്പോൾ ഇംഗ്ലീഷിലാണ് എന്നെ ഇന്റർവ്യൂ ചെയ്യുന്നത്. അധ്യാപകർ ഇന്നും ഉണ്ട്, ആ കോളേജ് ഇന്നും ഉണ്ട്. ഇംഗ്ലീഷിൽ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ ഞാനിങ്ങനെ ആകാശത്തിലൂടെ കിളികൾ പാറുന്നത് പോലെ നക്ഷത്രം വേണ്ടി ഇങ്ങനെ നിൽക്കും. ഒന്നും മനസ്സിലാകുന്നില്ല, ഒരു പിടിയും കിട്ടുന്നില്ല. അവര് മലയാളത്തിൽ ചോദിച്ചു, നീ ഇംഗ്ലീഷ് മീഡിയത്തിൽ തന്നെയാണോ ഇവിടെ അഡ്മിഷന് വേണ്ടി കൊടുത്തിരിക്കുന്നത്? ഞാൻ പറഞ്ഞ, അല്ല,
എനിക്ക് മലയാളം മീഡിയത്തിലാണ് പഠിക്കേണ്ടത്. ആരാ എനിക്ക് ഇംഗ്ലീഷ് മീഡിയത്തിൽ ടിക്ക് ചെയ്തതെന്ന് എനിക്കറിയത്തില്ല. എനിക്ക് മലയാളം മീഡിയത്തിൽ പഠിച്ചാൽ മതി. അങ്ങനെ അവരെന്നെ അവിടെ അഡ്മിഷൻ തന്നെ എന്നെ പുറത്തോട്ടിറക്കി വിട്ടപ്പോൾ ആ കോളേജിന്റെ ഡീൻ സാർ, ഇന്നും ഞാൻ ഓർക്കുന്നു, ആ കോളേജിന്റെ ഓഫീസിന്റെ സ്റ്റെപ്പ് ഇറങ്ങി താഴോട്ട് വരിക. ഞാനും അദ്ദേഹം ഒരുമിച്ച് ഇറങ്ങി വരുമ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു, എന്തോ തീരുമാനിച്ചു? ഞാൻ പറഞ്ഞു, മലയാളം മീഡിയത്തിൽ പഠിക്കുക. അദ്ദേഹം എന്നോട് പറഞ്ഞു, മലയാളം മീഡിയത്തിൽ പഠിക്കാനാണെങ്കിൽ ഇവിടെ പഠിക്കാൻ അഡ്മിഷൻ ഇല്ല എന്ന് ഓഫീസിൽ നിന്ന് പറയാൻ പറഞ്ഞു. അഡ്മിഷൻ മലയാളം മീഡിയത്തിലെ ക്ലോസ് ചെയ്തു. പഠിക്കുകയാണ് ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചാൽ മതി, അല്ലെങ്കിൽ നീ പഠിക്കണ്ടത്. അപ്പൊ ഞാൻ പറഞ്ഞു, എന്നാൽ തിരിച്ചു വീട്ടിൽ പോവാം. തിരിച്ചു വീട്ടിൽ പോകണേ 3 വർഷത്തെ ഫീസ് മൊത്തം കെട്ടണം. സ്കൂൾ സർട്ടിഫിക്കറ്റ്, SLC ബുക്ക് അവിടെ കൊടുത്തേച്ചാ ഇറങ്ങി പോകുന്നത്. 3 വർഷത്തെ അവരെന്നെ കുരുക്കായിരുന്നു സത്യം. 3 വർഷത്തെ ഫീസ് കെട്ടണം, എന്നാലേ സർട്ടിഫിക്കറ്റ് തരുവുള്ളൂ എന്ന് പറഞ്ഞു. വീട്ടിലേക്ക് തിരിച്ചു ചെല്ലാൻ പറ്റുമോ? എല്ലാവരും കൂടെ പ്രാർത്ഥിച്ച് ബൈബിൾ കോളേജിലോട്ട് വിട്ടതാണ്. വീട്ടിലോട്ട് തിരിച്ചു ചെല്ലാൻ വയ്യ. വിശ്വാസത്തില് ഞങ്ങൾ 1-2 കുടുംബം മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം പള്ളിക്കാരാ. അവർക്ക് അച്ഛനാകാൻ പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരുന്ന പരിപാടിയൊന്നുമില്ല. അങ്ങ് പോവുക. സ്തോത്രം. പഠിക്കാൻ പറ്റിയാലെന്ന് പറഞ്ഞ് തിരിച്ചു വരാൻ പറ്റുമോ? അവിടെ നിന്നു 3 മാസം ഞാൻ വാ തുറന്നില്ല. ആ ദിവസങ്ങൾ ഇന്ന് ഞാൻ ഓർക്കുന്നുണ്ട്. ട്രെയിനിൽ നിന്ന് കിട്ടിയ 10 രൂപയുടെ ഒരു പുസ്തകമുണ്ട്, എങ്ങനെ ഇംഗ്ലീഷ് പഠിക്കാം. പഠനത്തിൽ പഠിച്ചിട്ട് മനസ്സിലാകാത്ത, ഓർമ്മക്കുറവുള്ള ഏതെങ്കിലും കുഞ്ഞുങ്ങൾ ഞങ്ങളെ കേൾക്കുന്നുണ്ടെങ്കിൽ പറയാം, എന്റെ ബുദ്ധിയെ തുറന്ന ഒരു സ്വർഗത്തിലെ ദൈവം ജീവിക്കുന്നുണ്ട്. ഒരു സ്വർഗത്തിലെ ദൈവം ജീവിക്കുന്നുണ്ട്. അങ്ങനെ 10 രൂപയുടെ എങ്ങനെ ഇംഗ്ലീഷ് പഠിക്കാമെന്നുള്ള പുസ്തകമായിട്ട് ഞാൻ പഠനം തുടങ്ങി. രാത്രി വെളുപ്പിന് 3 മണി 4 മണി വരെയൊക്കെ ചാപ്പലിനകത്ത് മാത്രമേ ലൈറ്റ് ഇടുള്ളൂ. അവിടെ പോയിരുന്ന് ഹൗ ആർ യു എന്ന് മലയാളത്തിൽ എഴുതി വെച്ചേക്കാം. ഹൗ ആർ യു, അതിന്റെ മലയാളം എന്തുണ്ട് വിശേഷം, ഇങ്ങനെ കാണാതെ പഠിക്കുക. തലയിൽ കയറുന്നില്ല. 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് 10 കൊല്ലമായി, 9 കൊല്ലമായി. പഠിത്തത്തിന് അന്നേരമാണ് ഇംഗ്ലീഷ് പഠിക്കാൻ പോകുന്നത്. തലയിൽ കയറുന്നില്ല ഈ സാധനം. എന്ത് ചെയ്യുമെന്ന് അറിയത്തില്ല. 9 അല്ല 7 കൊല്ലമായി. 10ാം ക്ലാസ് കഴിഞ്ഞ് 7 കൊല്ലമായി. അപ്പം ഇങ്ങനെ തലയിൽ കയറുന്നില്ല സാധനം. പഠിച്ചിട്ട് തലയിൽ കയറുന്നില്ല. എന്ത് ചെയ്യുമെന്ന് അറിയത്തില്ല. ഇതുമായിട്ട് ഇരിക്കുക, പ്രാർത്ഥിക്കുക, ഉപവസിക്കുക, പ്രാർത്ഥിക്കുക, ഉപവസിക്കുക, പ്രാർത്ഥിക്കുക. ഞാൻ വല്ലാതെ ക്ഷീണിച്ച് മുഖമൊക്കെ ഒട്ടി ഉണങ്ങി ഇരിക്കുന്ന കണ്ടപ്പോ എന്റെ പഴയ നിയമം പഠിപ്പിക്കുന്ന സാർ എന്നോട് ചോദിച്ചു, വിജേഷ് എന്താ ക്ഷീണിച്ചിരിക്കുന്നത്? ഇംഗ്ലീഷിലാണ് ചോദിക്കുന്നത്. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. അപ്പൊ എന്റെ അടുത്തിരുന്ന കൂട്ടുകാരൻ പറഞ്ഞു, അവന് അറിയത്തില്ല ഇംഗ്ലീഷ് എന്ന് പറഞ്ഞു. അപ്പൊ സാറ് മലയാളത്തിൽ ചോദിച്ചു, എന്നാടാ മുഖമൊക്കെ ഉണങ്ങിയിരിക്കുന്നത്? അപ്പൊ സാറ് ഞാൻ ആംഗ്യ ഭാഷ സംസാരിച്ചു. നീ മലയാളം പറഞ്ഞു. ഒരു വാക്ക് എന്താന്ന് മലയാളം പറഞ്ഞാൽ 10 രൂപ ഫൈനാ, അല്ലെ വിറക് കീറണം, അല്ലെ 119-ാം സങ്കീർത്തനം 5 വട്ടം എഴുതണം. അതുകൊണ്ട് വാ തുറക്കാതിരിക്കുക. സ്തോത്രം. അപ്പോ മലയാളം നീ പറഞ്ഞോളാം. പുള്ളി പെർമിഷൻ തന്നതിന്റെ പേരിൽ ഞാൻ മലയാളം പറഞ്ഞു. സാറേ ഉപവസിക്കുക. എന്തിനാടാ ഉപവസിക്കുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇംഗ്ലീഷ് പഠിക്കാൻ. സാറിനോട് പറഞ്ഞാ, പൊട്ട, ഇംഗ്ലീഷ് പഠിക്കാൻ ഉപവസിക്കണ്ട, നീ പഠിച്ചാ മതി. ഞാൻ പറഞ്ഞു, പഠിക്കുന്നുണ്ട് സാറേ, തലമണ്ടേ കയറുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പഠിച്ച് 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 വായിച്ചു പഠിച്ചു വായിച്ചു പഠിച്ചു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവിടെ പഠിച്ച ഒരു ഹിന്ദിക്കാരൻ പയ്യൻ എന്നോട് ഹൗവാരി എന്ന് ചോദിച്ചു. ഹൗവാരി എന്ന് ചോദിച്ചാൽ എനിക്ക് മറുപടി അറിയാൻ മറുപടി ഹൗവാരി എന്ന് ചോദിച്ചാൽ എന്താന്ന് മനസ്സിലായി, പക്ഷെ മറുപടി പറയാൻ അറിയാം. ഐ ആം ഫൈൻ താങ്ക് യു എന്ന് പറയാൻ അറിയാമേല. അങ്ങനെ ഞാൻ അവനോട് ഇങ്ങനെ ആംഗ്യഭാഷയൊക്കെ സംസാരിച്ചിട്ട് അപ്പുറത്തോടെ ചെന്ന് വേറൊരു ഹിന്ദിക്കാരനോട് ചോദിച്ചു, ഹൗവാരി. അവൻ ഐ ആം ഫൈൻ താങ്ക് യു എന്ന് പറഞ്ഞു. ഞാൻ ഇപ്പുറത്ത് രാജാവിനെ പോലെ ഇപ്പുറത്ത് വന്നിട്ട് എന്റെ നേരത്തെ പറഞ്ഞു, ഐ ആം ഫൈൻ താങ്ക് യു. അങ്ങനെയാണ് ഹൗവാരിയും ഞാൻ പഠിക്കുന്നത്. അപ്പൊ എന്റെ പേര് നോട്ടീസ് ബോർഡിൽ ഇട്ടേക്കുന്നു. എന്തിനാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പൊ സാറ് ലൈബ്രറി ചെന്നപ്പോ എന്നോട് ചോദിച്ചു, നിന്റെ പേര് നോട്ടീസ് ബോർഡിൽ കിടക്കുന്ന എന്താ നീ ഫീസ് അടയ്ക്കാത്തെ? അയ്യോ, ഞാൻ ചോദിച്ചു ഫീസ് അടയ്ക്കാൻ. അപ്പൊ ആംഗ്യഭാഷയാണ് സംസാരിക്കുന്നത്. പുള്ളി മലയാളം പറയാൻ പറഞ്ഞിട്ട് മലയാളം പറഞ്ഞു. അപ്പം ഇതിന് തൊട്ടു മുമ്പ് ഒരു സംഭവം ഉണ്ടായി. ഞാൻ അറിഞ്ഞില്ല എന്ന് പറയണം, അറിയാതെ ഞാൻ മലയാളം പറഞ്ഞു. എന്താണ് അറിഞ്ഞില്ല എന്നുള്ള എന്റെ ഇംഗ്ലീഷ് പറഞ്ഞു. എനിക്കറിയാൻ മേല. ലൈബ്രറിയൻ അവിടെ നിന്ന് പറഞ്ഞു, ഐ ഡോണ്ട് നോ. ഐ ഡോണ്ട് നോ എന്നുള്ള പദം ഞാൻ പഠിച്ചത് 500 പ്രാവശ്യം എഴുതിയിട്ടാണ്. പുള്ളി എന്നെ കൊണ്ട് അവിടെ നിർത്തിച്ച് 500 പ്രാവശ്യം എംബോഷൻ എഴുതിച്ചു. ഐ ഡോണ്ട് നോ എന്ന് എഴുതാൻ വേണ്ടി 500 പ്രാവശ്യം ഞാൻ അങ്ങനെ എഴുതി. അവിടെ നിന്ന് പഠിച്ചു. ഒരു വഴക്കുണ്ടാക്കിയില്ല, ആരോടും ദേഷ്യപ്പെട്ടില്ല. അവിടെ നിന്ന് വില കൊടുത്ത് പഠിക്കാൻ തുടങ്ങി. അങ്ങനെ പഠിച്ചു കയറി. അങ്ങനെ ആയതുകൊണ്ട് ഇംഗ്ലീഷ് പതുക്കെ 3 മാസം കഴിഞ്ഞപ്പോ ഞാൻ ഇങ്ങനെ പ്രാർത്ഥനയാണ്. ആകെ പറയാൻ പറ്റുന്ന അന്യഭാഷ മാത്രമാണ്. വൈകുന്നേരത്തെ ചാപ്പൽ 6:45 തുടങ്ങിയാൽ ഞാൻ നിർത്തുകയില്ല. ഞങ്ങൾ 2-3 പിള്ളേരുണ്ട്, നിർത്തുകയില്ല. മലയാളത്തിൽ 2-3 പിള്ളേരുണ്ട്. അന്യഭാഷയോട് അന്യഭാഷ. പാട്ട് നിർത്തി അവർ അന്യഭാഷ 2 പ്രാവശ്യം നിർത്തിയാലും ഞങ്ങൾ അന്യഭാഷ. ആകെ വാ തുറക്കാൻ പറ്റുന്ന അന്യഭാഷ പറയാൻ വേണ്ടി മാത്രമാണ്. അതുകൊണ്ട് അതെങ്കിലും പറഞ്ഞു തീർക്കണ്ടെന്ന് എഴുതി പറയുകയാണ്. അങ്ങനെ പ്രാർത്ഥന അന്യഭാഷ, ഇടയ്ക്ക് പ്രവചനം, ദൂതൊക്കെ പറയും. അതൊക്കെ പറയാം. അതൊക്കെയാ മലയാളത്തിൽ പറയാൻ പറ്റുന്നത്. അതൊക്കെ അങ്ങ് പറയും. വേറൊന്നും പറയാൻ പറ്റില്ല. അങ്ങനെ ഈ പിള്ളേര് സീനിയേഴ്സ് എന്നെ ഒന്ന് റാഗ് ചെയ്യണമെന്ന് വിചാരിച്ചു. ഒരു ദിവസം പെട്ടെന്ന് ഒരു ദിവസം ഒരു പണി കണക്കി. ഈവനിങ് ഡിവോഷന് ട്രാൻസ്ലേഷൻ ഉണ്ട്. അപ്പൊ എന്റെ ഒരു കൂട്ടുകാരൻ നല്ല ഇംഗ്ലീഷ് ഉള്ളവന്, ആ സഹോദരൻ എന്നെ വിളിച്ചു,
വിജേഷ് വിൽ കം ഫോർവേഡ് ആൻഡ് ട്രാൻസ്ലേറ്റ്. ഞെട്ടി ഇങ്ങനെ തരിച്ച് ഭൂമിക്കടി ഭൂമി പിളർന്നു പോകുന്നു. എന്റെ അടുത്തിരുന്നവനാണ് എന്നോട് പറയുന്നത്, നിന്നെ ട്രാൻസ്ലേറ്റ് ചെയ്യാനാ വിളിക്കുന്നത്. അപ്പൊ ഞാനിങ്ങനെ ഈ പ്രാർത്ഥനക്കാരനും വേളക്കാരനും ആയതുകൊണ്ട് എനിക്കിട്ടൊരു പണി തരാന്ന് വിചാരിച്ച് ചെയ്തതാണ്. പക്ഷെ എന്നെ ആരോ പൊക്കി എടുക്കുന്നത് പോലെ. എനിക്ക് അറിയാത്ത ഒന്ന് രണ്ട് കാര്യങ്ങൾ. എങ്ങനെയാണ് ഞാൻ ഇംഗ്ലീഷ് പഠിച്ചത് ഇന്നും എനിക്കറിയില്ല. ഞാൻ വണ്ടി ഓടിക്കാൻ പഠിച്ചത് എന്നെ ആരും പഠിപ്പിച്ചതല്ല. ഇതെല്ലാം ഞാൻ തന്നെ പഠിക്കുകയായിരുന്നു. അപ്പം എന്നെ ആരോ പൊക്കി എടുക്കുന്ന പോലെ എടുത്ത് അദ്ദേഹത്തിന്റെ കൂടെ കൊണ്ടു നിർത്തി. ഞാൻ അന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തു. ഞാൻ ഗ്രാജുവേഷൻ ട്രാൻസ്ലേറ്റർ വരെ ഞാനായിരുന്നു. കോളേജിലെ ബെസ്റ്റ് ട്രാൻസ്ലേറ്റർ ആയി. നന്നായി ഇംഗ്ലീഷ് പഠിച്ചു. ഇംഗ്ലീഷിന്റെ കെട്ട് പൊട്ടി. ആ 7 കൊല്ലം കഴിഞ്ഞ് ഞാൻ പോയി 10ാം ക്ലാസ് വീണ്ടും എഴുതി. ഞാൻ 10ാം ക്ലാസ് പാസ്സായി. അത് കഴിഞ്ഞ് BA സോഷ്യോളജി എടുത്ത് എൻട്രൻസ് എഴുതി. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ BA സോഷ്യോളജി പാസ്സായി. അത് കഴിഞ്ഞ് കൗൺസിലിംഗ് പഠിക്കാൻ പോയി. അത് കഴിഞ്ഞ് ബൈബിൾ കോളേജിന്റെ പല കോഴ്സുകളും പിന്നീട് പഠിക്കാൻ പോയി. അങ്ങനെ വിദ്യാഭ്യാസത്തിന്റെ കെട്ട് സ്വർഗത്തിലെ ദൈവം പൊട്ടിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഓർമ്മശക്തി ദൈവം തരുന്നത്, ഭാഷകളുടെ കെട്ട് പൊട്ടിക്കുന്നത്. ഇന്ന് തമിഴ് പറയും, ഇംഗ്ലീഷ് പറയും, ഇംഗ്ലീഷ് ട്രാൻസ്ലേറ്റ് ചെയ്യും, ഇംഗ്ലീഷ് പ്രസംഗിക്കും. അതിനുള്ള തലത്തിലോട്ട് ദൈവം മാറ്റിയെടുക്കുന്നത് അത് പഠിക്കുന്ന കാലത്തിലല്ലെന്ന് ഓർക്കണം, പഠിത്തത്തിന്റെ എല്ലാ ടച്ച് വിട്ടിട്ട്. അപ്പൊ ഇതിനെല്ലാം നിയന്ത്രണം, ഭാഷകളുടെ മേൽ അധികാരമുള്ളവൻ സർവശക്തനായ ദൈവമാണ്. അങ്ങനെ ഞാൻ ബൈബിൾ കോളേജിൽ ഇങ്ങനെ പഠിച്ച് മുന്നോട്ട് പോവുകയാണ്. ഇതിനു മുമ്പേ 1-2 സംഭവം ഉണ്ടായെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കൊരു ഭവനമില്ലായിരുന്നു. ഒരു വീടില്ലാതിരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ ചർച്ചിലെ പാസ്റ്റർ വീട്ടിലോട്ട് വന്നു. ഓലപ്പെരയാണ്. പപ്പ വയ്യാതായ പിന്നെ ഓല മേയാൻ കഴിയുന്നില്ല. ഓല മേയാൻ കഴിയാത്തത് കൊണ്ട് ഓലപ്പെര ഈർക്കിളിപ്പെരയായി മാറി. അവസാനം ഞങ്ങളത് തേക്കിന്റെ ഇല പറിച്ചുകൊണ്ട് വന്നിട്ട് തേക്കിന്റെ ഇല വീടായി മാറി. ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞങ്ങളുടെ പാസ്റ്റർ വീട്ടിൽ വരുന്നത്. വിശ്വാസത്താൽ എന്റെ അമ്മയോട് ചോദിച്ചു, ആന്റിക്ക് ഒരു സ്റ്റെപ്പ് എടുക്കാവോ? അമ്മ പറഞ്ഞു എടുക്കാം. വിശ്വാസത്തിന്റെ സ്റ്റെപ്പ് എങ്ങനെ എടുക്കണ്ടെന്ന് ചോദിച്ചു. വീട് പണിയാൻ പോവാതൊക്കെ. അമ്മ പറഞ്ഞു ഓക്കെ. പാസ്റ്റർ ആന്റി ആ മിറ്റത്തോട്ട് ഇറങ്ങി ഒരു വടി എടുത്തിട്ട് ഒരു ചതുരം വരച്ചു. എന്നിട്ട് നടുക്കൂടെ 2 വരയിട്ടു. എന്നിട്ട് ഫ്രണ്ടിൽ 2 റൂം, ഇപ്പുറത്ത് 2 റൂം, ഏറ്റവും പുറകിൽ അടുക്കള. ഇതാണ് വീടിന്റെ പ്ലാൻ. ഓക്കെ റെഡി. എങ്ങനെയാ വിശ്വാസത്തിന്റെ സ്റ്റെപ്പ് എടുക്കുന്നതിന്? അപ്പൊ അതിലെ ഒരാൾ നടന്നു പോവാ. അമ്മ പറഞ്ഞു ചേട്ടാ ഇങ്ങ് വരാവോ? 50 രൂപ കൈയിരിക്കുക, ഇന്ന കട്ട പിടിക്കാനുള്ള അഡ്വാൻസ് 50 രൂപ. നാളെ തൊട്ട് വീട് പണിക്ക് കട്ട പിടിക്കണം എന്ന് അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു. അങ്ങനെ അദ്ദേഹം ഏറ്റു, കട്ട പിടിക്കാൻ തുടങ്ങി. പാസ്റ്റർ ഞെട്ടി. വിശ്വാസത്താൽ സ്റ്റെപ്പ് എടുത്തു. ഏകദേശം അന്നത്തെ കാലത്ത് 2 ലക്ഷം രൂപ മുടക്കി. അത്ഭുതകരമായിട്ട് ആ വീടിന്റെ പണി സ്വർഗത്തിലെ ദൈവം ചെയ്യുന്നത് കാണാനിടയായി. അതിങ്ങനെ പൊക്കം വെറ്റി നിൽക്കുമ്പോൾ വീടിന്റെ പണി തടസ്സപ്പെട്ടു. ഒരു വഴിയും സാമ്പത്തികമായി തുറക്കുന്നില്ല. വല്ലാത്ത നിരാശ, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞങ്ങൾ ബാങ്കിലോട്ട് ചെന്നു ആധാരമായിട്ട്. പപ്പ ബാങ്കിലോട്ട് ചെന്നു. പപ്പ പഴയ 10ാം ക്ലാസ്സുകാരനാണ്. പഴയ 10ാം ക്ലാസ്. പപ്പ ബാങ്കിലോട്ട് രോഗിയായിട്ടിരിക്കുക. പപ്പ മരിക്കുന്നതിന് മുമ്പേ ആണ്. പപ്പ ബാങ്കിലോട്ട് ചെന്നു, ആധാരം കൊണ്ട് ചെന്നു. അപ്പം ബാങ്കുകാരൻ പറഞ്ഞു, നിങ്ങൾ 1 മാസം കഴിഞ്ഞിട്ട് വാ, ഇപ്പം ക്ലോസിങ്ങിന്റെ സമയമാണ്, 1 മാസം കഴിഞ്ഞ് നിങ്ങൾക്ക് ലോൺ തരാം. അങ്ങനെ 3-4 ഏക്കർ സ്ഥലം കൊണ്ട് ലോൺ കിട്ടും. അല്ല പറ്റത്തില്ല, ഇപ്പൊ തന്നെ വേണം. കാരണം വീട് പൊളിച്ചിട്ടേക്ക്, പപ്പ രോഗിയാണ്, മഴ പെയ്തു കഴിഞ്ഞാൽ പിന്നെ പറ്റത്തില്ല, ഇപ്പൊ പണി തീർത്തേ പറ്റും. ആദ്യത്തെ ദിവസം പോയി കിട്ടിയില്ല, 2ാമത്തെ ദിവസം പോയി കിട്ടിയില്ല, 3ാമത്തെ ദിവസം ചെല്ലുമ്പോൾ ആ ബാങ്കിന്റെ ഫീൽഡ് ഓഫീസർ അമ്മയെ തെരഞ്ഞ് വീട്ടിലോട്ട് വരാൻ വേണ്ടി നിൽക്കുക. അദ്ദേഹത്തിന് രാത്രി കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. അമ്മ 3ാമത്തെ ദിവസം കയറി ചെല്ലുമ്പോ ചോദിച്ചു, നിങ്ങൾക്ക് ഇങ്ങനെ നാണമില്ല, ലജ്ജയില്ലാതെ തരത്തില്ലെന്ന് പറഞ്ഞിട്ടും എങ്ങനെയാ വരാൻ പറ്റുന്നത്? അവര് പറഞ്ഞു, അമ്മ പറഞ്ഞു, ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഒരു ദൈവമുണ്ട്, ആ ദൈവമാണ് ഞങ്ങളെ ഇതിനൊരു നിയോഗം തന്ന് ഇങ്ങോട്ട് അയച്ചത്, അതുകൊണ്ട് ദൈവം പോഷ്ക്ക് പറയത്തില്ല, ദൈവം പ്രവർത്തിക്കാൻ ശക്തനാണ് എന്ന് പറഞ്ഞു. അങ്ങനെ ബാങ്കിൽ ചെന്നു. അവര് പെട്ടെന്ന് ലോണിന്റെ കാര്യങ്ങൾ ക്രമീകരിച്ചു, ലോണ് കിട്ടി, വീട് പണി കണ്ടിന്യൂ ചെയ്തു, ഫിനിഷാക്കി. അവര് പറഞ്ഞൊരു കാര്യം, പപ്പ സുഖമില്ലാതിരിക്കുക, പപ്പ മരിച്ചുപോയ സ്വത്ത് മൈനറാവും, പിന്നെ ഈ 1 വർഷത്തേക്ക് തരുന്ന കൃഷി ലോണാണ് ഞങ്ങൾക്ക് തരുന്നത്, അത് തിരിച്ചടയ്ക്കാൻ പറ്റാതാവും. പറഞ്ഞതുപോലെ തന്നെ കറക്റ്റ് 1 വർഷം 6 മാസം കഴിഞ്ഞപ്പോ പപ്പ മരിച്ചു. വീട് കയറി താമസം കഴിഞ്ഞു 6 മാസം കഴിഞ്ഞപ്പോ പപ്പ മരിച്ചു. ആൾക്കാരെല്ലാം പറഞ്ഞു, ബന്ധുക്കളെല്ലാം പറഞ്ഞു, ആശാരിയെ കൊണ്ട് കുറ്റിയെടുപ്പിച്ചില്ല, അത് വീടിന്റെ സ്ഥാനം ശരിയല്ല, നിങ്ങൾ തോന്നിയ പോലെ പ്രാർത്ഥനയാന്ന് പറഞ്ഞ് ചെയ്തോണ്ടാ ഇന്നും ആ വീട്ടിൽ തന്നെ താമസിക്കുന്ന, ഒരു മാറ്റവും ഇല്ല. അതിനകത്തൊക്കെ തന്നെ ചെറിയ വീട്ടിൽ ഫ്രണ്ടിലോട്ടൊരു റൂമൊക്കെ എടുത്തന്നേ ഉള്ളൂ. അതിനകത്ത് തന്നെ അതൊക്കെ ദൈവനിയോഗമായിരുന്നു, ദൈവത്തിന്റെ പദ്ധതിയായിരുന്നു, അതൊക്കെ അങ്ങനെ സംഭവിച്ചു, അല്ലാതെ വേറെ കുഴപ്പം കൊണ്ടൊന്നും അല്ല എന്ന് ആത്മാവിൽ തിരിച്ചറിയാനുള്ള ഒരു നിയോഗം ഉണ്ടായി. അങ്ങനെ ഞങ്ങള് വീട് കയറി താമസം കഴിഞ്ഞു. 1 വർഷമായി ലോൺ തിരിച്ചടയ്ക്കാൻ പറ്റുന്നില്ല. 2 വർഷമായി, 3 വർഷമായി, 4 വർഷമായി, 5 വർഷമായി. 5ാമത്തെ വർഷമായപ്പോൾ ഫീൽഡ് ഓഫീസർ വിളിച്ചിട്ട് അമ്മയെ വിളിച്ചിട്ടുണ്ട്, മേരി ഒരു കാര്യം ചെയ്യും, ഇത് മേരിയുടെ പേരിലാക്ക്, സ്ഥലത്തിന്റെ കൈവശ അവകാശം അങ്ങനെ ഉണ്ടാക്കി അമ്മയുടെ പേരിൽ കൈവശാവകാശമാക്കി ലോൺ അമ്മയുടെ പേരിലാക്കി. 20,000 രൂപയും കൂടെ കൊടുത്തു. 30,000 രൂപ ലോണുള്ളത് ഇപ്പൊ 50,000 രൂപയായിട്ട് ഒരു ദിവസം വീട്ടിൽ വന്നിരിക്കുക. ഞാൻ അമ്മച്ചിയോട് ചോദിച്ചു, ഈ 30,000 തിരിച്ചടയ്ക്കാൻ വയ്യത് 50,000 ഇനി എന്നാ ചെയ്യും? അമ്മച്ചിയുടെ പേരിലാക്കി, ഇനി അവർക്ക് എന്ത് വേണേലും ചെയ്യുകയും ചെയ്യാം, അറിയത്തില്ല മോനെ.
ആ പൈസ കൊണ്ട് വീട്ടിൽ റബ്ബർ വെച്ചു. ആ റബ്ബറിന്റെ വരുമാനം കൊണ്ടാണ് ഇന്ന് വീട്ടിലെ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നത്, നടക്കുന്നത്. ദൈവം ആർക്കും കിടക്കാരനല്ല, ദൈവം മനോഹരമായിട്ട് ചെയ്തു. അങ്ങനെ ആദ്യത്തെ വർഷം കഴിഞ്ഞു, രണ്ടാമത്തെ വർഷം കഴിഞ്ഞു, 60 70,000 70,000 ആയ സമയത്താണ് കൃഷി ലോൺ എഴുതി തള്ളുന്ന സ്കീം വന്നു. ആ പൈസ എഴുതി തള്ളി, ആധാരം തിരിച്ചു കിട്ടി, റബ്ബർ വെച്ചു, വീട് വെച്ചു, ജീവിക്കാനുള്ള വഴിയായി. ദൈവം ഒരു പദ്ധതി. നാളെ ഇത് ഞങ്ങളുടെ ജോയ്സ് ടിവിയിലെ ഈ എന്റെ സാക്ഷ്യം കേട്ടേച്ച്, അല്ലെങ്കിൽ ഞങ്ങളുടെ ആരെങ്കിലുമൊക്കെ സാക്ഷ്യം കേട്ടേച്ച് നാളെ പോയി ലോൺ എടുക്കരുത്. ഇതൊക്കെ ഒരു നിയോഗത്തിന്റെ പുറത്ത് ചെയ്യുന്നതാണ്. നിയോഗത്തിന്റെ പുറത്ത് ചെയ്താൽ അതിന്റെ കാര്യം കർത്താവ് നോക്കിക്കോളും. സാരാപത്തിലേക്ക് പോകാൻ പറഞ്ഞാൽ വിധവയെ ഒരുക്കുന്ന ദൈവത്തിന്റെ പരിപാടിയാ. ഒരു വിറയലും ഒരു വെളിപ്പാടും ഒക്കെ കിട്ടി, ആരാണ്ടൊക്കെ പോയി എന്താണ്ടൊക്കെ കിട്ടിയെന്ന് പറഞ്ഞ് സാരാഭാത്തിൽ ചെന്ന വിധവയെ കാണാൻ ചിലപ്പം പറ്റിയെന്ന് വരികയല്ല. പിന്നെ ഏലിയാവിന്റെ ദൈവത്തെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അതൊക്കെ ഒരു നിയോഗമാണ്. അങ്ങനെ ദൈവം ഞങ്ങളെ നടത്താനായിരുന്നു. അങ്ങനെ വേറെ ഒത്തിരി വ്യത്യസ്തമായ സാക്ഷ്യങ്ങൾ കേൾക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ബൈബിൾ കോളേജ് പഠനം മുന്നോട്ട് പോയി. വിദ്യാഭ്യാസത്തിലെ കാര്യങ്ങൾക്ക് ദൈവത്തിന്റെ പ്രവൃത്തി ഉണ്ടായി. ഇങ്ങനെ ബൈബിൾ കോളേജ് പഠനം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്റെ രണ്ടാമത്തെ ഏറ്റവും ഇളയ സഹോദരൻ സ്കൂളിലെ പഠിത്തമൊക്കെ നിർത്തി. നിർത്തിയിട്ട് അവൻ വീട്ടിൽ പശുവുണ്ട്, പശുവിനെ തീറ്റാൻ വേണ്ടി പോവാ. അവന് ഭയങ്കര ബുദ്ധിയായിരുന്നു ഇളയവന്. അവനെ ടീച്ചർമാർ പറഞ്ഞു ഇവനെ ഇവിടെ പഠിപ്പിക്കാൻ പറ്റിയല്ല, ഇവന്റെ ബുദ്ധിക്ക് പറ്റിയ ടീച്ചർമാർ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഇവനെ ഇവിടെ പഠിപ്പിക്കാൻ പറ്റിയല്ലെന്ന് പറഞ്ഞു സ്കൂളിൽ നിന്ന് പറഞ്ഞു. കാരണം ഞങ്ങൾ അവനെ അക്ഷരം പഠിപ്പിക്കാൻ നോക്കിയിട്ട് പറ്റുന്നില്ല. ഉപവസിച്ചു നോക്കി, പ്രാർത്ഥിച്ചു നോക്കി, ശാസിച്ചു നോക്കി, തല്ലി നോക്കി, വഴക്ക് പറഞ്ഞു നോക്കി, പ്രവചിപ്പിച്ചു നോക്കി, പാസ്റ്റർമാരെ എടുത്തുകൊണ്ട് ഒരു നിലയിലും എഴുതാനും വായിക്കാനും ഇവനെ തലയ്ക്കകത്തോട്ട് കയറുക. അങ്ങനെ ഇവനെ സ്കൂളിൽ നിന്ന് പറഞ്ഞു വിട്ടു. 6ാം ക്ലാസ് 2 കൊല്ലം, 7ാം ക്ലാസ് 2 കൊല്ലം, 8ാം ക്ലാസ് 2 കൊല്ലം സ്കൂളിൽ നിന്ന് പറഞ്ഞു ഇനി പഠിക്കണ്ടെന്നു. കണ്ണാലി എത്തിയിട്ട് പറമ്പിക്കൂടെ നടക്കും. ആ സമയത്ത് വീട്ടിലൊരു പാസ്റ്റർ, ഏത് പാസ്റ്റർമാർ വന്നാലും വീട്ടിൽ ഞങ്ങളുടെ സഭാപാസ്റ്റർ വീട്ടിൽ വിളിച്ചോണ്ട് വരും. കാരണം 3 ആമ്പിള്ളേരാ, 3 കുടുംബമാണെന്ന് പറയും പാസ്റ്റർ. ഞങ്ങളുടെ സഭയുടെ 3 കുടുംബമാണെന്ന് പണ്ടുതൊട്ടേ പറയും. ഭയങ്കര സ്നേഹം, പിള്ളേരെ ഭയങ്കരമായിട്ട് കരുതും. ഇതുപോലെ തലമുറകളെ കരുതുന്ന ഒരു പാസ്റ്റർ ഞാൻ കണ്ടിട്ടില്ല. സ്തോത്രം. അദ്ദേഹത്തെ ഞങ്ങൾ ഒത്തിരി ബഹുമാനിക്കുന്നു. അദ്ദേഹത്തിന്റെ കുടുംബത്തിന്, അദ്ദേഹത്തിന് 4 മക്കളാ, 4 രാജ്യത്താണ് ശക്തമായി കർത്താവിന് വേണ്ടി പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. സ്തോത്രം. അപ്പം അദ്ദേഹം ഏത് പാസ്റ്റർമാർ വന്നാലും ഞങ്ങളുടെ വീട്ടിൽ വിളിച്ചോണ്ട് വന്ന് ഒരു ദിവസം വന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഇവൻ പശുവിനെ തീറ്റാൻ പറ്റും. പശുവിന് നമ്മള് 2-3 പേര്, ഞങ്ങള് മക്കളും അമ്മയൊക്കെ ഉള്ളു. അപ്പം ഇവൻ പശുവിനെ തീറ്റിയിട്ട് കയറി വന്ന് അമ്മയുടെ പുറകെ നിൽക്കുക. പെട്ടെന്ന് ഈ പ്രാർത്ഥിക്കുന്ന പാസ്റ്റർ അതൊക്കെ നടന്ന് അമ്മയുടെ പുറകിൽ ഇവനെ കൈ ഫ്രണ്ടിൽ പിടിച്ചിട്ട് അവന്റെ തല കൈ വെച്ചിട്ടുണ്ട്. നീ രാജ്യങ്ങൾ സഞ്ചരിക്കും, ഭാഷകൾ സംസാരിക്കും എന്നൊക്കെ പറഞ്ഞ ഒറ്റ പ്രവചനം കേട്ടോ. ഞാനും അനിയനും തിരിച്ചു. പാസ്റ്ററിനോ അയ്യടാന്നായി പോയി. പാസ്റ്റർ സ്തോത്രഭാഴ്ച പോലും മേടിക്കാതെ വീട്ടിൽ നിന്ന് പുള്ളിയെ വിളിച്ചോണ്ട് പോയി കളഞ്ഞത്. പോകുന്ന വഴിക്ക് പറഞ്ഞ് എന്റെ പൊന്നു മാസ്റ്ററെ സ്കൂളിൽ പഠിപ്പിക്കാൻ പറ്റണ്ട, അവനെ ഞങ്ങൾ പഠിപ്പിക്കാൻ നോക്കിയിട്ട് വീട്ടുകാർ പഠിപ്പിക്കാൻ നോക്കിട്ട് അവന് തലയെ കയറാനിട്ട് പറഞ്ഞു വിട്ടതാ സ്കൂളിൽ നിന്ന്. ഇനി അവനെ പഠിപ്പിക്കാൻ പറ്റിയില്ല. പാസ്റ്റർ മറ്റേ പിള്ളേരോട് ഈ ദൂത് വല്ലതും പറയായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇനി ഞാൻ ആ വീട്ടിലോട്ട് എങ്ങനെ ചെല്ലും? അവര് പറയത്തില്ലേ, ഈ പാസ്റ്റർമാർ കൂടെ ഇത് പറയാൻ നടക്കാന്ന് പറയത്തില്ലേ? അപ്പൊ ആ ദിവസം പറഞ്ഞു, ദിവസേ എനിക്കറിയത്തില്ല, നമ്മൾ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോ ആ കുഞ്ഞില്ലായിരുന്നല്ലോ. ഇല്ലായിരുന്നു. എന്നോട് ആര് ദൈവാത്മാവ് പറഞ്ഞു അമ്മയുടെ പുറകിൽ ഒരാൾ നിൽപ്പുണ്ട്, അവനോട് പറയാനാ പറഞ്ഞത്. ഞാൻ അങ്ങനെയാ പറഞ്ഞത്. അങ്ങനെ അവനങ്ങനെ നിൽക്കുകയാണ്. ഈ സമയത്ത് ഞങ്ങളുടെ തൊട്ടടുത്ത വീട്ടിലെ മർത്തമേല ഒരു അച്ചായൻ ജെയിംസ് എന്ന് പറയും. അദ്ദേഹത്തിന് 2 പെൺകുഞ്ഞുങ്ങളുണ്ട്. അവരിന്ന് ദുബായിലാണ്. അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹം ഉണ്ടായിരുന്ന സമയത്ത്, അദ്ദേഹം വിശ്വാസം വന്ന സമയത്ത് ബാംഗ്ലൂർ എമേറിസ് പാസ്റ്ററുടെ പ്രാർത്ഥനയ്ക്ക് പോകണം. ഉപവാസ പ്രാർത്ഥനയാണ്. ഉപവാസ പ്രാർത്ഥനയ്ക്ക് പോകാൻ വേണ്ടി ആ പുള്ളിയുടെ അമ്മയോട് ചോദിച്ചു. പുള്ളിക്ക് സുഖമില്ലാത്ത ഒരാളാണ്. അപ്പം അമ്മ പറഞ്ഞു നിന്നെ ഒറ്റയ്ക്ക് വിടത്തില്ല, നീ പൊടിയമ്മയോട് തന്നെ ചോദിക്കും, പൊടിയമ്മയുടെ പിള്ളേരെ ആരെങ്കിലും വിടുകയാണെങ്കിൽ നീ പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ 21 ദിവസം ഉപവാസത്തിന് വേണ്ടി എമേറിസ് പാസ്റ്റർ അവിടെ പോവാം. അപ്പോ വീട്ടിൽ വന്ന് ചോദിച്ചു, അമ്മാമ്മേ എന്റെ കൂടെ പിള്ളേരെ ആരെങ്കിലും ഒന്ന് വിടാവോ? അപ്പൊ അമ്മ പറഞ്ഞു 2 പേരെ സ്കൂളിൽ പോകുന്നുള്ളൂ, അവരെ വിട്ടു കഴിഞ്ഞാൽ 21 ദിവസം ഒന്നും വിടാൻ പറ്റിയല്ല. ഒരു കാര്യം ചെയ്യും, ഒരുത്തൻ പശുവിനെ തീറ്റി നടക്കുന്നുണ്ട്, നിനക്ക് വേണ്ടി ഞാൻ ആ 21 ദിവസം സഹിക്കാം, നീ അവനെ കൊണ്ട് പോക്കോളാൻ പറഞ്ഞു. ഞങ്ങൾ അച്ഛന്റെ പുറകെ കൂടി, അച്ഛൻ അവനെ പുറത്തു വിടരുതേ, അവനെ കയ്യേന്ന് വിടരുതേ, ബോർഡ് വായിക്കാൻ പോലും അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞു. ബാംഗ്ലൂരാ പോകുന്നേ, നിലമ്പൂര്. അവൻ പോയി. ഉപവാസ പ്രാർത്ഥന 1ാമത്തെ ദിവസം ഒരു ആത്മസാന്നിധ്യം അവന്റെ മേലിറങ്ങി, ഒരു ആത്മാവിന്റെ തീ അവന്റെ മേലിറങ്ങി. അവന്റെ സ്ഥിതി അങ്ങോട്ട് മാറാൻ തുടങ്ങി. അവനാകെ ഉരുണ്ട് പേരണ്ട് ബഹളം വെച്ച് പ്രവചനവും കഴിഞ്ഞപ്പോ അവനാകെ നാണക്കേടായി. മീറ്റിംഗ് കഴിഞ്ഞപ്പോ എല്ലാവരും ഇവന്റെ വട്ടം കൂടി എന്താ സംഭവിച്ചെന്ന് അറിയാം. അച്ഛനാണെങ്കിൽ പ്രാർത്ഥനയ്ക്ക് കൊണ്ടുപോകാൻ 10 ദിവസമേ പ്രാർത്ഥനയ്ക്ക് അവിടെ ഇരുന്നുള്ളൂ. അപ്പത്തിനും പുള്ളിക്ക് വേദന എത്തിച്ചു. ഈ 10 ദിവസം കൊണ്ട് അവൻ ദൈവത്തോട് പറഞ്ഞു, ഇന്ന് എന്റെ മേൽ വീണ അഭിഷേക ആത്മസാന്നിധ്യം ശക്തമാണെങ്കിൽ എനിക്ക് വായിക്കാൻ അറിയണം എന്ന് പറഞ്ഞ അവിടെ എമർ വിശ്വാസത്തോടെ ചെറിയ പ്രാർത്ഥനാ ഗോപുരം അതിലോട്ട്
അവൻ മർക്കോസിന്റെ സുവിശേഷമായിട്ട് കയറി. പുസ്തകം ബൈബിൾ തുറന്നപ്പോൾ മർക്കോസ് സുവിശേഷം വരുന്നത്. അന്ന് വായനയുടെ കെട്ടുപൊട്ടി. അവൻ വായിക്കാൻ തുടങ്ങി. അക്ഷരം പഠിച്ചവൻ. അതുവരെ പഠിക്കാത്ത അക്ഷരം പരിശുദ്ധാത്മാവ് അവനെ പഠിപ്പിച്ചു. വായിച്ചു 10 ദിവസം കൊണ്ട് മർക്കോസിന് വിഷയം മുഴുവൻ വായിച്ചു തീർത്താണ് വീട്ടിൽ. വീട്ടിൽ വന്നിട്ട് പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ചില്ലറ പ്രാർത്ഥന. ഞങ്ങൾ ഇരുന്നാൽ ഞങ്ങളെ നിർത്തുകയല്ല അവൻ. അന്ന് ഞങ്ങൾക്ക് വീട്ടിൽ കിണറില്ല. യേശുവിന്റെ നാമത്തിൽ കിണറുണ്ടാകട്ടെ. ഞങ്ങൾ പറയും, ഞാനും രണ്ടാമത്തിനോട് പറയും യേശുവിന് കിണർ പണിയല്ല. അവൻ പറയും യേശുവിന്റെ നാമത്തിൽ കിണറുണ്ടാവട്ടെ. കിണറുണ്ട്. ഇന്ന് നാട്ടിലെ ഏറ്റവും വലിയ കിണർ ഞങ്ങളുടെ വീട്ടിലാണ്. ഞങ്ങളുടെ വീട്ടിലേക്കൊന്നും വഴിയില്ല. യേശുവിന്റെ നാമത്തിൽ വഴി ഉണ്ടാകട്ടെ. അതിന്റെ തിയോളജി എവിടാന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. പക്ഷെ ഇവൻ ഇങ്ങനെ ഇരുന്ന് പറയാണ്, കൊച്ചു പയ്യനാ. ഇവൻ വിശ്വാസത്തോടെ പോയി ഇരുന്നിട്ട് പറയാണ് യേശുവിന്റെ നാമത്തിൽ വഴി ഉണ്ടായി. ഇന്ന് ടിപ്പർ ലോറി വരുന്ന വഴി വീട്ടിലോട്ടുണ്ട്. ഒരിക്കലും ഉണ്ടാകാത്ത വഴി വീട്ടിലോട്ടുണ്ടായി. അപ്പം അങ്ങനെ പറഞ്ഞവൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അവനെ ഒരു മീറ്റിങ്ങിന് കൊണ്ടുപോയി. ഒരു മീറ്റിങ്ങിന് ചെന്നപ്പോൾ അവന്റെ ടീച്ചറെ കണ്ടു. ടീച്ചറോട് ദൂത് പറഞ്ഞു. ടീച്ചർ വിശ്വാസം വന്നു. സ്കൂളിൽ കൊണ്ടുപോയി. സ്കൂളിൽ പഠിച്ചു. 8ാം ക്ലാസ് പാസ്സായി, 9ാം ക്ലാസ് പാസ്സായി, 10ാം ക്ലാസ് ഫസ്റ്റ് ചാൻസ് പാസ്സായി, +2 ഫസ്റ്റ് ചാൻസ് പാസ്സായി, ഡിഗ്രിക്ക് പോയി പാസ്സായി. കുമ്പനാട് വന്ന IBCയുടെ ബൈബിൾ കോളേജിൽ പഠിച്ചു. ഐഗോയിൽ 3 വർഷം പഠിച്ചു. അവിടുന്ന് നേരെ UP പോയി ശക്തമായ പ്രവർത്തനം ചെയ്തു. ഇന്ന് 10-80 പ്രവർത്തനങ്ങൾ അവന്റെ കൂടെ UPയിലുണ്ട്. അങ്ങനെ ഹിന്ദി സംസാരിക്കാൻ തുടങ്ങി, ഹിന്ദി പ്രസംഗിക്കാൻ തുടങ്ങി, ഇംഗ്ലീഷിൽ സംസാരിക്കാൻ തുടങ്ങി, ഇംഗ്ലീഷിൽ പ്രസംഗിക്കാൻ തുടങ്ങി. കോട്ടയം തിയോളജിക്കൽ സെമിനാരി വന്ന് MD എടുത്തു. ഇപ്പോ ഡോക്ടറേറ്റിന് ഐഗോയിൽ ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കൊറോണ സമയത്ത് ദൈവാത്മാ നിയോഗം ഉണ്ടായി. UPയിൽ മലയാളം ചർച്ച ഉണ്ടായിരുന്നു. ചർച്ചയ്ക്ക് നിന്ന് പോയപ്പോ നാട്ടിൽ വന്നു. OET എഴുതി, IELTS എഴുതി. അവന്റെ വൈഫ് ആദ്യം തോറ്റു, റീടെസ്റ്റിന് കൊടുത്തു, പാസ്സായി. ഇന്ന് UKയില് നല്ലൊരു ചർച്ചിന്റെ പാസ്റ്ററായിട്ട് അവൻ ഇരിക്കുക. ദൈവാത്മാവിന് തെറ്റുപറ്റില്ല. ദൈവം ഒരു ദൂത് പറഞ്ഞാൽ കാത്തിരിക്കാൻ തയ്യാറായാൽ, സ്തോത്രം, അവന്റെ ചെറിയ പ്രായത്തിൽ പറഞ്ഞ ദൂതാണ്. ഇന്ന് അവന് 36 വയസ്സുണ്ട്. ദൈവം ഒരു സമയം കണ്ടോ, ദൈവം ആ പ്രോസസ്സായിട്ട് കാര്യം ചെയ്ത് ശക്തനായ ഒരു പ്രവാചകനാണ്. ഞാൻ അവന്റെ നമ്പർ തരാം, അവന്റെ സാക്ഷി ദിവസം പറയാം. ശക്തനായ സുവിശേഷകനാണ്. ശക്തമായ ദൈവം അവനെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് ഇന്ന് വന്നു. അങ്ങനെ ഞങ്ങളുടെ കുടുംബത്തിന്റെ സ്ഥിതി അങ്ങോട്ട് മാറാൻ തുടങ്ങി. അങ്ങനെ ഞാൻ 3 വർഷം ബൈബിൾ കോളേജിൽ പഠിച്ചു. ബൈബിൾ കോളേജ് പഠനാന്തരം സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിത്തിരിച്ചു. ഈ ബൈബിൾ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഫീസ് കൊടുക്കാൻ എനിക്ക് പൈസയില്ല. വീട്ടിൽ 2 അനിയന്മാരാണുള്ളത്. അമ്മയ്ക്ക് പ്രത്യേകിച്ച് വരുമാനമൊന്നുമില്ല. ഞാൻ പ്രാർത്ഥിക്കും, ദൈവം എവിടുന്നേലും ഒക്കെ ഇങ്ങനെ കൊണ്ടുതരും. അപ്പൊ പല പ്രാവശ്യം എന്റെ പേര് നോട്ടീസ് ബോർഡേ വരും. അത് കഴിഞ്ഞൊക്കെയാണ് കിട്ടുന്നത്. അങ്ങനെ ഇരുന്ന് ഉപസിക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെ തുടങ്ങി. 1-ലധികം പ്രാവശ്യം ആരാണ് ബിജേഷ് എന്ന് ചോദിച്ച് എന്റെ ബൈബിൾ കോളേജിൽ വന്ന് സാമ്പത്തിക നന്മ ദൈവം ഞങ്ങളോട് പറഞ്ഞു എന്ന് പറഞ്ഞ് എന്റെ കയ്യിൽ കൊണ്ടുവന്ന് തന്നുപോയ ഒത്തിരി സന്ദർഭങ്ങളുണ്ട്. അവിടെ തൊട്ട് അങ്ങോട്ട് ഞാൻ ജോലി വിട്ട് സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഇറങ്ങുമ്പോൾ ദൈവത്തോട് പറഞ്ഞൊരു കാര്യമാണ്, ഞാൻ പൈസയ്ക്ക് വേണ്ടി ദൈവമേ നിന്നോട് ചോദിക്കത്തില്ല. എന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഞാൻ ദൈവത്തോട് ചോദിക്കത്തില്ല. എനിക്ക് എന്റെ ദൈവം എന്റെ കൃത്യസമയത്ത് എന്റെ കാര്യങ്ങൾ ചെയ്തു തന്നേ മതിയാകത്തുള്ളൂ. എനിക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്. കുഞ്ഞുങ്ങളുടെ ഫീസ് അടയ്ക്കാതെ 2 വർഷമൊക്കെ ഇരുന്നിട്ടുണ്ട്. സ്കൂൾ കണ്ടിന്യൂസ് പഠിച്ചു വന്ന സ്കൂളായതുകൊണ്ട് അവർ ചോദിച്ചൊന്നുമില്ല. 2 വർഷമൊക്കെ ഞാൻ പാസ്റ്ററാണെന്ന് അവർക്കറിയാം, തരുമെന്ന് അവർക്കറിയാം. ആ സ്കൂളിലെ അക്കൗണ്ട് നമ്പറിലേക്ക് എന്റെ കുഞ്ഞുങ്ങളുടെ പേര് പറഞ്ഞ് പൈസ വന്ന അനുഭവങ്ങൾ 1-ലധികം പ്രാവശ്യമുണ്ട്. സ്തോത്രം. ഈ കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ 1-2 ആവശ്യങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്ന് എന്റെ വീട്ടിലൊരു സഹോദരൻ വന്നു. അദ്ദേഹം വരേണ്ട ഒരു കാര്യവുമില്ല. അടൂര് പോയതാണ്, തൃശ്ശൂരുകാരനാണ്. അടൂര് തന്നെ വിളിക്കുക, എന്നാ ഉണ്ട് വിശേഷം? ഞാൻ പറഞ്ഞു സുഖമായിട്ടിരിക്കുന്നു. പാസ്റ്റർ എവിടാ? ചിങ്ങവനത്ത്. എന്നെ അറിയാം, വന്നിട്ടില്ല. അദ്ദേഹം വീട്ടിൽ വന്നു. ഇച്ചിരി മുമ്പാണ്, ഒരു ഗസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞ് ഞാൻ ഇച്ചിരി മുമ്പ് വീട്ടിൽ വന്നു, സംസാരിച്ചു. അദ്ദേഹം പ്രാർത്ഥിച്ചു, ഇറങ്ങി. അദ്ദേഹം എന്റെ കയ്യിൽ ഒരു സ്വോത്രാഴ്ച തന്നു. ആ പൈസ എന്റെ പോക്കറ്റിൽ കിടപ്പുണ്ട്. ഞാൻ എത്ര ആണോ ചോദിച്ചത് കറക്റ്റ് ആ പൈസ അദ്ദേഹം എന്റെ കയ്യിൽ, എന്റെ പോക്കറ്റിൽ. അങ്ങനെ ഒരു ബന്ധമില്ല, അങ്ങനെ ഒരു ബന്ധം അദ്ദേഹമായിട്ടില്ല. അദ്ദേഹം അങ്ങനെ തരുന്ന ആളല്ല, തരേണ്ട കാര്യവും ഇല്ല, എന്നെ വിളിക്കേണ്ട കാര്യവും ഇല്ല. ദൈവം അന്നു മുതൽ ഇങ്ങോട്ട് 100 കണക്കിന് അനുഭവങ്ങൾ. എനിക്ക് എന്റെ ഫോൺ കംപ്ലൈന്റ് ആയി, ഞാനൊരു യാത്രയൊക്കെ ചെയ്തു. അപ്പൊ ഞാൻ ഈ യാത്രയിൽ വിചാരിച്ചു എനിക്ക് ആരെങ്കിലും ഒരു ഫോണൊക്കെ മേടിച്ചു തരുമായിരിക്കും എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ ഫോണൊന്നും കിട്ടിയില്ല. ഞാനിങ്ങനെ ഭാരപ്പെട്ടിരുന്നു, ദൈവമേ എനിക്ക് എന്റെ ഫോൺ കംപ്ലൈന്റ് ആയി, എന്താ ചെയ്യുക എന്നൊക്കെ ഇങ്ങനെ സാധാ കഥ സംസാരിക്കുന്ന പോലെ. അങ്ങനെയാണ് എന്റെ പ്രാർത്ഥനാ രീതി എന്ന് പറയുന്നത്. അപ്പൊ ഞാനിങ്ങനെ ഒരു ദിവസം ബൈബിളിൽ പഠിക്കുമ്പോൾ ഇങ്ങനെ പരാതി പറഞ്ഞു പോകുന്ന സമയത്ത്
ഒരു ടയറിന്റെ കൊട്ടയിൽ ഒരാൾ ബസ്സിലോട്ട് കയറി. ഞാൻ ബസ്സിന്റെ പുറകിലെ സീറ്റയിൽ ഇരിക്കുക, അരയ്ക്ക് താഴോട്ടില്ല, വേർത്ത് കുളിച്ച് താഴെ നിന്നൊരു കൈ ഇങ്ങനെ വന്നിട്ട് കമ്പിയെ പിടിച്ച് ചാടി മുകളിലോട്ട് കയറി. ടയർ കൊട്ടയ്ക്കകത്ത് അദ്ദേഹം ഇരിക്കുക, എന്നിട്ട് ആ കൊട്ട അഴിച്ചിട്ടാണ് സീറ്റിലോട്ട് താഴെ വെച്ചിട്ട് സീറ്റേ കയറി ഇരിക്കുന്നത്, ഹാൻഡിക്യാപ്ഡ്. അങ്ങനെ ഒരു മനുഷ്യൻ ബസ്സിലോട്ട് കയറി വരുന്നില്ല. ഞാൻ ദൈവത്തോട് ഇങ്ങനെ പരാതി പറഞ്ഞുകൊണ്ടിരിക്കുക. ഞാൻ പരാതി പറച്ചിൽ നിർത്തിയത് അമ്മാണ്. ദൈവം എന്നോട് ചോദിച്ചു, നോക്കടാ, ഒരു പരാതി ഇല്ലാതെ കൊട്ടയിൽ കയറി വരുന്ന കണ്ടോ? നിനക്ക് 2 കാലും 2 കൈയും ഇത്രയും സാഹചര്യം ഉണ്ടായിട്ട് നിനക്ക് പരാതി തീർന്ന ദിവസം ഉണ്ടോ എന്നെന്നോട് ചോദിക്കുകയാണ്. സൗണ്ട് ഞാനിങ്ങനെ കേൾക്കുക. അങ്ങനെ സൗണ്ട് കേട്ട് ഞാൻ ദൈവത്തോട് എന്റെ പരാതി പറച്ചിൽ നിർത്തി. അപ്പൊ ഞാനിങ്ങനെ കോമൺ ആയിട്ട് സംസാരിക്കാം. ദൈവമേ, എനിക്കൊരു ഫോൺ ഇല്ല, ഫോൺ കിട്ടിയായിരുന്നെങ്കിൽ. ഞാൻ എന്റെ ഫോണിൽ മറ്റു പരിപാടികളൊന്നുമില്ല, ബൈബിൾ അതുപോലുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ, ശിക്ഷ വിലയ്ക്ക് വേണ്ടി മാത്രം പ്രയോജനപ്പെടുക എന്നുള്ളതാണ്. അപ്പൊ ഞാൻ ദൈവത്തോട് ഇങ്ങനെ പറഞ്ഞു. അപ്പൊ ഞാൻ ഇവിടെ അടുത്തൊരു സൂപ്പർ മാർക്കറ്റിൽ ചെന്നപ്പം അവിടെ ഫോണിന്റെ സെക്ഷൻ ഉണ്ട്. ചുമ്മാ അതുവഴി കയറി ഇറങ്ങിയ സമയത്ത് അവിടെ ഞാൻ ഒരു പയ്യനെ പരിചയപ്പെട്ടു. അവൻ വിശ്വാസിയായ പയ്യനായിരുന്നുകൊണ്ട് പാസ്റ്ററിലെ എന്നാണ് വിശേഷം, ഫോൺ എടുക്കുന്നോ, പാസ്റ്ററിന്റെ ഫോൺ എന്ത് ചെയ്യുന്നു, എന്റെ ഫോൺ കംപ്ലൈന്റ്, പാസ്റ്ററിൽ EMI ഉണ്ട്, പാസ്റ്ററിന്റെ ഫോൺ. ഞാൻ പറഞ്ഞു, കടത്തിലൊന്നും എനിക്ക് പരിപാടിയില്ല, അങ്ങനത്തെ ഇടപാടൊന്നും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് ഞാൻ ഫോൺ എടുത്തില്ല. ഈവൻ എന്നെ കൊണ്ട് നിർബന്ധിച്ച് 0 ഡൗൺ പേയ്മെന്റ് ആണ് പാസ്റ്ററിന്റെ മൊബൈൽ നമ്പർ പറ എന്നൊക്കെ പറഞ്ഞ് പറയിപ്പിച്ച്, മൊബൈൽ നമ്പറിൽ ഇതിൽ ഓഫർ കിടപ്പുണ്ട്, 0 ഡൗൺ പേയ്മെന്റ്, 3000 രൂപ ക്യാഷ് ബാക്കും കിട്ടും, ഒരു പവർ ബാങ്കും ഗിഫ്റ്റ് ആയിട്ട് കിട്ടും, അങ്കിൾ എടുക്കുന്നു പറഞ്ഞ് നിർബന്ധിച്ച് അവൻ എന്നെ കൊണ്ട് പോകണം. ഞാൻ വീട്ടില് ആ ഫോണുമായിട്ട് വന്നു. അന്ന് ഞാൻ ഫോണുമായിട്ടാണ് വീട്ടിൽ 10 പൈസ കൊടുക്കാതെ. ഞാൻ പറഞ്ഞു, എനിക്ക് 2 മാസത്തേക്ക് വെറുതെ അവൻ ഒഴിവായി പോട്ടെന്ന് എഴുതി പറഞ്ഞു. 2 മാസത്തേക്ക് എനിക്ക് അടവടയ്ക്കാൻ പറ്റത്തില്ല. ഇത് ഡിസംബറിലാണ് നടക്കുന്നത്. എനിക്ക് മാർച്ചിലേ അടവടയ്ക്കാൻ പറ്റത്തുള്ളൂ, എനിക്ക് ഇപ്പൊ അടയ്ക്കാൻ പറ്റത്തില്ല. ഞാൻ അങ്ങനെയെങ്കിലും കിട്ടാതിരിക്കട്ടെ എന്ന് കരുതി. പക്ഷേ അവൻ എന്റെ നിർബന്ധിച്ച് അത് തന്നുവിട്ടു. 2 മാസം കഴിഞ്ഞ് അങ്കിൾ അടച്ചാൽ മതിയെന്ന്. അങ്ങനെ ആദ്യമായിട്ടുള്ള സംഭവം. 2ാമത്തെ ദിവസം എനിക്കൊരു ഒറ്റ പ്രാവശ്യം മാത്രം കണ്ടിട്ടുള്ള ഒരു മനുഷ്യൻ, ഞാൻ താമസിക്കുന്ന കോമ്പൗണ്ടിൽ വന്ന് എന്നെ കണ്ടു പരിചയപ്പെട്ട ഒറ്റ പ്രാവശ്യമാണ്. അദ്ദേഹത്തിന്റെ ഒരു മെസ്സേജ് വരികയാണ്, വിജേഷ് എവിടെയാണ്? ഞാൻ പറഞ്ഞ നാട്ടിലുണ്ട്, എന്നോട് വിജേഷ് സുഖമായിട്ടിരിക്കുന്നു, വിജേഷിന്റെ അക്കൗണ്ട് നമ്പർ ഒന്ന് വേണം, വിജേഷിന്റെ ഒരു പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടി. 2 ദിവസം കഴിഞ്ഞിട്ട് ഒരു മറുപടിയില്ല. ഞാൻ അക്കൗണ്ട് നമ്പർ അയച്ചു കൊടുത്തു. ഞാൻ പ്രതീക്ഷയൊന്നുമില്ല. 2 ദിവസം കഴിഞ്ഞപ്പോൾ 20,000, 20,000 എന്താണോ ദൈവം എനിക്ക് എന്ന് പറഞ്ഞാൽ അവൻ ആർക്കും കടക്കാരനല്ല, വിശ്വസ്തതയും. ഞാനൊരു തെരുവ് പ്രസംഗമാണ്. ഞാന് സപ്പോർട്ട് ഇന്ന ആൾ ഇത്ര രൂപ തരും എന്ന് പറഞ്ഞ് സുവിശേഷ വേല ചെയ്യുന്ന ആളല്ല. ഞങ്ങളെ കേൾക്കുന്ന ജോയ്സ് ടിവിയിൽ ഞങ്ങളെ കേൾക്കുന്ന ആരെങ്കിലും സുവിശേഷ വേലക്കാര് സാമ്പത്തികമായി പ്രതിസന്ധി അനുഭവിക്കുന്നെങ്കിൽ പറഞ്ഞൊത്ത കൂലിക്ക് പറഞ്ഞൊത്തതേ കിട്ടത്തുള്ളൂ. എന്നാൽ ന്യായമായത് തരാമെന്ന് പറഞ്ഞിട്ടാണോ കർത്താവ് വിളിച്ചത്? ന്യായമായത് സ്വർഗത്തിലെ ദൈവം നമുക്ക് വേണ്ടി തന്നിരിക്കും, അതിനവൻ കടക്കാരനല്ല. ഞാൻ ഇതുവരെ 2001 സുവിശേഷ വിലക്ക് ഇറങ്ങിയതാ. ഒരാളോട് സപ്പോർട്ട് പറഞ്ഞു സുവിശേഷ വില ചെയ്തിട്ടില്ല. ഇത്ര രൂപ തരാമെങ്കിൽ ഇത്ര പേരുള്ള സഭയിൽ പോകാം പറഞ്ഞിട്ടില്ല. ട്രാൻസ്ഫർ ഒന്നും അങ്ങനെ. ഞാൻ അസോസിയേറ്റ് പാസ്റ്ററായിട്ട് വന്നിട്ടുള്ളത് ഇപ്പോഴാണ് ഒരു സ്വതന്ത്രമായിട്ട് എന്ന് പറഞ്ഞൊരു പാസ്റ്ററായിട്ട് പ്രവർത്തിക്കുന്നത്. എന്റെ സഭയിൽ ഞങ്ങൾ സ്വോത്രകാഴ്ച എന്ന് പറഞ്ഞൊരു ശുശ്രൂഷയില്ല. അവിടെ പാത്രം വെച്ചേക്കും, കൊടുക്കാനുള്ളവർക്ക് അതിനകത്ത് കൊണ്ടുവന്നില്ല. സാമ്പത്തികം എന്ന് പറയുന്നത് ദൈവം തരാൻ തുടങ്ങിയാൽ അതിന് കണക്കില്ലാതെ ദൈവം തരും. ദൈവത്തിന്റെ പ്രവൃത്തി. തെരുവിൽ നിന്ന് പ്രസംഗിക്കുമ്പോ, തെരുവിന്റെ സുവിശേഷകനായിട്ട് നിൽക്കുമ്പോ, സുവിശേഷം പറയുമ്പോ, ഒരു വീട് കയറി ഇറങ്ങി ഒരാൾ ഒരു പേഴ്സണൽ ഇവാഞ്ചലിസം നടത്തുമ്പോ അവൻ ദൈവമാർക്കും കടക്കാരനല്ല. അത്ഭുതകരമായി അന്നു മുതൽ ഇന്നു വരെ സ്വർഗത്തിലെ ദൈവം നടത്തിക്കൊണ്ടുവരിക. അങ്ങനെ ദൈവത്തിന്റെ പഠനം പൂർത്തീകരിച്ച് ഞാൻ ആദ്യം ചെന്നൈയിലേക്ക് പ്രവർത്തനത്തിനായിട്ട് കടന്നുപോയി. അവിടെ ചെന്നൈയില് ഏകദേശം 1 വർഷത്തോളം നിന്നു. അതിനുശേഷം എന്റെ വിവാഹം നടന്നു. പെരിന്തൽമണ്ണയിൽ, മലപ്പുറം ജില്ലയിൽ പെരിന്തൽമണ്ണ മാലാപറമ്പർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് എന്റെ വൈഫിന്റെ വീട്. ജെയ്സി എന്നാണ് അവളുടെ പേര്. അങ്ങനെ ഞങ്ങളുടെ വിവാഹം നടന്നു. അതൊക്കെ ഭയങ്കര അത്ഭുതകരമായിട്ടാണ് ഞങ്ങളുടെ വിവാഹമൊക്കെ നടക്കുന്നത്. അന്ന് കാറ്ററിംഗ് സർവീസ് ഒന്നും ഇല്ലാത്ത കാര്യം. ഇന്നിപ്പോ 17 വർഷത്തെ മുമ്പത്തുള്ള കാര്യമാണ്. അപ്പം അന്ന് കാറ്ററിംഗ് സർവീസ് ഒന്നുമില്ല. എന്റെ കൂട്ടുകാർ വന്ന് അതെല്ലാം ഭംഗിയായി ചെയ്തു. പിതാവില്ലാത്ത സ്ഥാനത്ത് ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി അത്ഭുതകരമായി ആ കാര്യങ്ങൾ ചെയ്യുന്നത് കാണാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചു. ഞങ്ങളെ കേൾക്കുന്ന പ്രേക്ഷകരോട് എനിക്ക് പറയട്ടെ, നിരാശയുടെ നടുവിൽ ആരും സഹായിക്കാനില്ലെങ്കിൽ കർത്താവ് കൂടെയുണ്ട്. 38 കൊല്ലമായിട്ട് കൊളക്കരയിൽ കിടന്ന ആളുടെ അടുത്തിട്ട് വന്നിട്ട് കർത്താവ് ചോദിച്ചു, നിനക്ക് സൗഖ്യമാകണോ? പറഞ്ഞ എന്നെ സഹായിക്കാൻ ആരുമില്ല. എന്റെ ചിന്തയാകട്ടോ, 37 കൊല്ലം വരെ പുള്ളി വിചാരിച്ച അളിയൻ വരും, അമ്മാച്ചൻ വരും, മൂത്ത ചേട്ടൻ വരും, ആരും വന്നില്ല. 38ാമത്തെ കൊല്ലം പുള്ളി പറയാ എന്നെ സഹായിക്കാൻ ആരുമില്ല. അപ്പൊ കർത്താവ് പറഞ്ഞു, നിന്നെ സഹായിക്കാൻ ആരുമില്ലേ?
ആരുമില്ലാത്തവരെ സഹായിക്കുന്നവനാണ് ഞാൻ, കിടക്കെടുത്തോണ്ട് വീട്ടിൽ പൊക്കോളാൻ പറഞ്ഞു. ഞങ്ങളെ കേൾക്കുന്ന ശ്രോതാക്കളെ, ആരുമില്ലാത്തവരെ സഹായിക്കുന്ന ഒരു കർത്താവ് നമുക്ക് വേണ്ടിയുണ്ട്. നിരാശപ്പെടേണ്ട, കരുതാൻ കർത്താവ് വിശ്വസ്തനാണ്. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം ഞാൻ വായിച്ചൊരു ഭാഗമുണ്ട്. ഈ തൈലം കൊമ്പിനകത്ത് നിറച്ചിട്ട് അഭിഷേകം ചെയ്യാൻ പോകും. അഭിഷേകം ചെയ്യാൻ പോകുമ്പോൾ ഈ തൈലത്തിന്റെ വട്ടമുള്ള ഭാഗം മുകളിലും കൂർപ്പനയുള്ള ഭാഗം താഴെയുമാണ് നിൽക്കുക. ഇത് തിരിഞ്ഞു പോയാൽ മൊനയുള്ള ഭാഗം മോളി വരും, വട്ടമുള്ള ഭാഗം അടി പോകും, തൈലം പോകും, മൊന മുകളിലോട്ട് നിൽക്കും. കൊമ്പ് ഉയർന്നു നിന്നാൽ കുത്തേ നടക്കത്തുള്ളൂ, എന്നാൽ തൈലപാത്രം ഉയർന്നു നിന്നാൽ അഭിഷേകം നിറയും. അങ്ങനെ നിറഞ്ഞാൽ ദൈവത്തിന്റെ പ്രവർത്തികൾ ഒന്നിനു പുറകെ ഒന്നായി കാണുന്നത്, ദൈവം ചെയ്യുന്നത് കാണാനായിട്ട് കഴിയും. അങ്ങനെ ഞങ്ങൾ ഒരു പുതിയ സ്ഥലത്ത് ഞങ്ങൾ കുടുംബമായിട്ട് പ്രവർത്തനത്തിന് പോയി. ആ സ്ഥലത്ത് പ്രവർത്തിച്ചു. അങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ പഠിച്ച ബൈബിൾ കോളേജിൽ തന്നെ എന്നെ അവിടുത്തെ ഒരു അധ്യാപകനായിട്ട് അവര് സ്വാഗതം ചെയ്തു. അങ്ങനെ ഞാൻ ആ കോളേജിൽ അധ്യാപകനായിട്ട് അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഞാൻ പ്രവർത്തിക്കുന്ന പ്രസ്ഥാനത്തോടുള്ള ബന്ധത്തിൽ ചിങ്ങവനത്തോട്ട് കടന്നു വരാനിടയായിട്ടത്. ഇതിപ്പോ ഏകദേശം 14 വർഷത്തോളമാകുന്നു ഞാൻ ചിങ്ങവനത്ത് പാസ്റ്റർ വി എ തമ്പി പാസ്റ്ററോടും മറിയാമാൻജിയോടും കൂടെ വന്ന് താമസിച്ച് പ്രവർത്തനങ്ങൾ ചെയ്യുകയാണ്. ഏകദേശം 10 വർഷത്തോളം ചിങ്ങവന സഭയോടുള്ള ബന്ധത്തിൽ പ്രവർത്തനം തന്നു. 12 വർഷത്തോളം തമ്പിശാനോടുള്ള ബന്ധത്തിൽ ഇവിടെ ആകുവാനായിട്ട് സ്വർഗത്തിലെ ദൈവം എനിക്ക് ഭാഗ്യവും അവസരവും നൽകി തരാനായിട്ട് ഇടയായി തീർന്നു. പാസ്റ്റർ എന്റെ ആത്മീയ ജീവിതത്തിന്റെ വലിയ വഴിത്തിരിവുകൾ ഉണ്ടായ, എന്റെ ശുശ്രൂഷ മേഖലയിലെ വഴിത്തിരിവുണ്ടായ ഒരു സമയമായിരുന്നു പാസ്റ്റർ വി എ തമ്പിയോടും മറിയാമാൻജിയോടും ചേർന്നുള്ള ഈ ബദേസ്തയിലെ എന്റെ താമസം എന്ന് പറയുന്നത്. മറിയാമാൻജിയുടെ കൂടെ ഒത്തിരി സ്ഥലങ്ങളിൽ യാത്ര ചെയ്തു. മറിയാമാൻജി പോകുന്ന സമയത്ത് 4-5 മണിക്കൂറൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് വണ്ടിയിലിരുന്ന ഒരു മൂളൽ മാത്രം കേൾക്കാം. ഒരു മൂളൽ. ആ മൂളൽ എന്ന് പറഞ്ഞാൽ ആത്മാവിൽ ആരാധിക്കുക. ചെന്നിറങ്ങുമ്പോ ആ മീറ്റിംഗ് നടക്കുന്ന സ്ഥലത്തെ ഭൂതങ്ങൾ അഴിയാൻ തുടങ്ങും. അങ്ങനെ അത്ഭുതകരമായ ശുശ്രൂഷകൾ ഒന്നിനു പുറകെ ഒന്നായി. ഇവിടെ ഒരു പ്രയർ ടവർ ഉണ്ട്. ആ പ്രയർ ടവറിൽ എപ്പോഴും കണ്ടിന്യൂസ് പ്രാർത്ഥന നടക്കുകയാണ്. ആ പ്രാർത്ഥനയുടെ ഫലമാണ് ഇന്ന് 4500 സഭകളുള്ള ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡ് എന്ന പ്രസ്ഥാനം വളർച്ച പ്രാപിക്കാനായിട്ട് ഇടയായി തീർന്നത്. പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്, പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥനയിൽ വളരാൻ തുടങ്ങി. ദൈവന്റെ സാഹചര്യങ്ങൾക്ക്, ശുശ്രൂഷകൾ, അനേക വേദികളിൽ നിൽക്കാൻ, അനേക സുവിശേഷ പ്രസംഗ സ്ഥാനങ്ങളിൽ നിൽക്കാൻ, ശുശ്രൂഷ മേഖലകളിൽ പല സ്ഥലങ്ങളിൽ, രാജ്യങ്ങളിൽ യാത്ര ചെയ്യാനൊക്കെ സ്വർഗത്തിലെ ദൈവം അത്ഭുതകരമായി വഴി തുറന്നു. ഈ വാക്കുകൾ ഞങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ പറയാൻ കഴിയും: ദരിദ്രനെ കുപ്പയിൽ നിന്ന് ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്. ഒരു കാലത്ത് സുവിശേഷവേലയ്ക്ക് വേണ്ടി ഇറങ്ങിയപ്പോ പറഞ്ഞു, എന്തിനാ പോകുന്നേ, നീ ഒന്നും പോയിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞവരെല്ലാം ഇന്ന് വിളിച്ച് പ്രാർത്ഥിപ്പിക്കുന്ന നിലകളിലേക്ക് സാഹചര്യത്തെ മാറ്റുന്ന ഒരു ദൈവമുണ്ട്. ഗതി മാറ്റുന്നത് ദൈവമാണ്, പ്രവർത്തിക്കുന്നത് ദൈവമാണ്, അസാധ്യങ്ങളെ സാധ്യമാക്കുന്നത് ദൈവത്തിന്റെ കരമാണ്. ഞാൻ തമ്പിശാനോട് ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ തമ്പിശാന്റെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കും. തമ്പിശാൻ ഒരു വൈകിട്ട് ഒരു 7 മണി 6 മണി ആയാൽ പ്രാർത്ഥന തുടങ്ങിയാൽ ഒരു 8 മണി വരെ 1-2 മണിക്കൂറോളം തമ്പിശാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അത് സ്ഥിരമുള്ള പ്രാർത്ഥന, ഉപവാസ പ്രാർത്ഥന പുള്ളിയുടെ വേറൊരു രീതിയാണ്. നമ്മൾ പുറമേ കാണുമ്പോൾ ഇത്രയും വലിയ മനുഷ്യൻ, അദ്ദേഹത്തിന്റെ സ്പിരിച്വൽ ലൈഫ് എന്നൊക്കെ പറയുന്നത് വളരെ പ്രധാനപ്പെട്ട, എന്നെ ചലഞ്ച് ചെയ്തുള്ള എന്റെ ജീവിതത്തിന്റെ സാക്ഷ്യത്തിന്റെ ഒരു ഭാഗമാണ് അദ്ദേഹത്തിന്റെ ടെസ്റ്റിമണി എന്ന് പറയുന്നത്. അദ്ദേഹം ഇങ്ങനെ പ്രാർത്ഥിക്കാനിരിക്കുന്ന സമയത്ത് അദ്ദേഹം പറയും, ഇങ്ങനെ പ്രാർത്ഥിക്കും: കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ, കന്യാകുമാരി മുതൽ കാശ്മീർ വരെ ഒരു വീടും വിടാതെ, ഒരു വ്യക്തിയും വിടാതെ. അദ്ദേഹം പക്ക ഒരു സുവിശേഷകനായിരുന്നു. അദ്ദേഹത്തിന്റെ തലമുറകൾ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോ അദ്ദേഹം യാത്രയ്ക്ക്, വണ്ടിക്കൂലിക്ക് നിവർത്തിയില്ലാതെ റാന്നിയിൽ നിന്ന് പല പ്രാവശ്യം ചങ്ങനാശ്ശേരിക്ക് നടന്നു വന്നിട്ടുള്ള ഒരു മനുഷ്യൻ. അദ്ദേഹത്തിന്റെ സാക്ഷ്യങ്ങളൊക്കെ എന്നെ ഒത്തിരിയധികം സ്വാധീനിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മൂത്ത മകൻ ബിജുച്ചാനുമായിട്ട്, പാസ്റ്റർ ബിജു തമ്പി, അദ്ദേഹം ബോംബെയിൽ നിന്ന് കർത്താവിന്റെ വേല ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹമായിട്ട് കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഒരുമിച്ച് ഒരു രാജ്യത്തുണ്ടായിരുന്ന സമയത്ത് സംസാരിച്ചപ്പോ അദ്ദേഹം എന്നോട് പറയാം, മോനെ, എടാ, എന്റെ അപ്പൻ റാന്നിയിൽ നിന്ന് ചങ്ങനാശ്ശേരിക്ക് വരാൻ കാശില്ലാതെ ബുദ്ധിമുട്ടി നിന്നു. ഞാൻ ദുബായ് എയർപോർട്ടിൽ വന്ന് ഇറങ്ങിയിട്ട് എങ്ങനെ പോകുമെന്നറിയാതെ ഞാൻ ഭാരപ്പെട്ട് നിൽക്കുക. അപ്പൊ ഞാൻ ചോദിച്ചു, എന്ത് പറ്റി? വണ്ടിക്കൂലിക്ക് കാശില്ലാണ്ടാണ്. എന്നെ പറ്റിയേ? അദ്ദേഹം പറയാ, വണ്ടിക്കൂലിക്ക് കാശില്ലാഞ്ഞിട്ടൊന്നുമല്ല. അദ്ദേഹത്തിന് അവിടെ ജോയൽ എന്ന് പറഞ്ഞൊരു കൂട്ടുകാരുണ്ട്, എന്റെ സ്നേഹിതനാ. അദ്ദേഹം പറഞ്ഞേക്കുക, ബീച്ചാൻ എപ്പോ ദുബായ് വന്നാലും എന്നെ വിളിക്കണം. വേറൊരു അദ്ദേഹത്തിന്റെ ഫ്രണ്ട് ഉണ്ട്, ജയ, അദ്ദേഹത്തിന്റെ ഡ്രൈവറെയും വണ്ടിയും കൊടുത്തേക്കുക. വേറൊരു ഫ്രണ്ട് ഉണ്ട്, അവിടുത്തെ ഓൺലൈൻ ടാക്സി ബുക്ക് ചെയ്ത് ഇദ്ദേഹത്തിന്റെ ഫോണിലാക്കി കൊടുത്തേക്കുക. ആരെ വിളിക്കുമെന്നറിയാതെ ഭാരപ്പെടുക, എങ്ങനെ പോകുമെന്നറിയാതെ അപ്പൻ നിരാശപ്പെട്ട് നിന്നപ്പോൾ ഏത് വഴി ഉപയോഗിക്കുമെന്നറിയാതെ മകൻ ദൈവം ആർക്കും കിടക്കാരനല്ല, ദൈവം അത്ഭുതങ്ങളുടെ മന്ത്രിയാണ്.
കണ്ണുനീരോടെ വിതച്ചോ ആർപ്പോടെ കൊയ്യുന്ന ഒരു സമയം ഉണ്ടാവും. അല്പത്തിൽ വിശ്വസ്തനെ അധികത്തിൽ വിചാരകനാക്കുന്ന ഒരു ദൈവമുണ്ട്. തമ്പിശാൻ ഇങ്ങനെ പ്രാർത്ഥിക്കാനിരിക്കും. തമ്പിശാൻ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ഓരോ സഭയുടെ പേര് പറയും, ഓരോ പാസ്റ്റർമാരുടെ പേര് പറയും. പേര് പറഞ്ഞിട്ട് പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ ഞാനിങ്ങനെ പ്രാർത്ഥിക്കും, ദൈവമേ അവിടെ 100 ആത്മാക്കളെ കൊടുക്കണേ, 100 കുടുംബം കൊടുക്കണേ, അവിടെ വീട് കൊടുക്കണേ, പാസക്ക് വണ്ടി കൊടുക്കണേ, കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണേ. പക്ഷെ തമ്പിശാനോട് പറയും, മോനേടാ അങ്ങനെ പ്രാർത്ഥിക്കണ്ട. അദ്ദേഹത്തിന്റെ 100 കുടുംബം നമ്മൾ പ്രാർത്ഥിക്കുന്ന ദൈവം അദ്ദേഹത്തിന് 500 കുടുംബം കൊടുക്കാനാണല്ലോ പദ്ധതി ഇട്ടേക്കുന്നേ. നീ ഒരു കാര്യം ചെയ്യുക, ആ ആളുടെ പേര് പറയാ, അന്യഭാഷയിൽ പ്രാർത്ഥിക്കുക. അങ്ങനെയാണ് അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നതിലുള്ള തലം എനിക്ക് ഓപ്പൺ ആയി കിട്ടിയത്. അങ്ങനെയാണ് ഞാൻ ഒരാളുടെ പേര് പറയും, 5 മിനിറ്റ് അദ്ദേഹത്തിന് വേണ്ടി അന്യഭാഷ പറയും. അടുത്ത ആളുടെ പേര് പറയും, 5 മിനിറ്റ് അന്യഭാഷ പറയും. ഇങ്ങനെ മണിക്കൂറുകൾ പ്രാർത്ഥനാ ജീവിതത്തിനകത്ത് വലിയ വ്യത്യാസം. അദ്ദേഹത്തിന്റെ കൂടെ ഇരുന്ന് പ്രാർത്ഥിച്ചിട്ട് ആ ദൈവസാന്നിധ്യം വിട്ടുപോകാഞ്ഞ് ആ ദൈവസാന്നിധ്യം നമുക്കതിങ്ങനെ അനുഭവിക്കാൻ കഴിയും. കൂടെ ഒരു പ്രസൻസ് നിൽക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. ആ കണ്ണ് തുറക്കാൻ പറ്റത്തില്ല, അന്യഭാഷ പറയുന്നത് നിർത്താൻ പറ്റത്തില്ല. മണിക്കൂറുകൾ ഞാൻ പ്രയർ ടവറിൽ പോയി കമന്ന് കിടന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾക്ക് പ്രയർ ടവർ ഉണ്ട്. ആ പ്രയർ ടവറിൽ പോയി കമന്ന് കിടന്നിട്ടുണ്ട്. എഴുന്നേക്കാൻ പറ്റത്തില്ല. ഈ ആത്മവിശുദ്ധ എന്നൊക്കെ പറയുമ്പോൾ ആൾക്കാരെ അതിനെ വിമർശിക്കാൻ പോവുക. അനുഭവിച്ചിട്ടുള്ളത് അവർക്ക് അതിന്റെ ആ തലം മനസ്സിലാകത്തുള്ളൂ. തമ്പിച്ചാന്റെ കൂടെ ഇരുന്ന് 2 മണിക്കൂർ അന്യഭാഷയൊക്കെ പറഞ്ഞ് അനങ്ങാൻ പറ്റത്തില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാൻ പറ്റത്തില്ല, ശ്രദ്ധയോടിരുന്നോട് വേണം, ഫോണൊന്നും എടുക്കാൻ പറ്റത്തില്ല. പുള്ളി അന്നേരം വഴക്ക് പറയും. അപ്പൊ അതുകൊണ്ട് ഭയങ്കര ശ്രദ്ധയോടെ ആ 2 മണിക്കൂർ കഴിഞ്ഞാൽ മണിക്കൂറുകൾ ഞാൻ പ്രേട്ടയിൽ പോയി കിടക്കേണ്ടി വന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാരണം ഈ ആദ്യം ആ ആത്മതലത്തിൽ നിന്ന് മുൻപോട്ട് പോകാൻ പറ്റാതെ അതിൽ തന്നെ കണ്ടിന്യൂ ചെയ്ത് അങ്ങനെ ഒത്തിരി ദൈവിക വിടുതലുകളെ കാണാൻ സ്വർഗം എനിക്ക് ഭാഗ്യം തന്നിട്ടുണ്ട്. തമ്പിച്ചാന്റെ ഉപവാസം ഇങ്ങനെയാ, രാവിലെ 7 മണിയാകുമ്പോൾ ഗ്രീൻ ടീ ഒരു ഫ്ലാസ്കിൽ എടുത്തുകൊണ്ട് അദ്ദേഹത്തിന്റെ ഓഫീസുണ്ട്, അദ്ദേഹത്തിന്റെ ഓഫീസിൽ വന്നിരിക്കും. അദ്ദേഹത്തിന്റെ ഓഫീസിൽ വന്ന് 7 മണിക്ക് ഇരുന്നാൽ ആരെങ്കിലും ഒക്കെ വിളിക്കും. അദ്ദേഹം വാ മക്കളെ പ്രാർത്ഥിക്കാം. ആരെങ്കിലും ഒരാൾ അദ്ദേഹത്തിന്റെ കസേര വന്നിരിക്കും, പാട്ട് പാടും, വചനം വായിക്കും, പ്രാർത്ഥിക്കും, പാട്ട് പാടും. ആരും ഇല്ലെങ്കിൽ വൈകിട്ട് രാവിലെ 7 മണിക്ക് ഇരുന്നാൽ വൈകിട്ട് 6 മണി വരെ ആ കസേരയിൽ ഇരിക്കും. നട്ടലിന് ഓപ്പറേഷൻ കഴിഞ്ഞ മനുഷ്യൻ, ബൈപ്പാസ് ചെയ്ത ആള്, അല്ലാതെ 2 പ്രാവശ്യം ഹാർട്ടിന് ഓപ്പറേഷൻ കഴിഞ്ഞ ആള്, നട്ടലിന് ഓപ്പറേഷൻ കഴിഞ്ഞ ആള്. അദ്ദേഹത്തിന് മരുന്ന് ഞാനാ ചില സമയത്ത് എടുത്തു കൊടുക്കുന്നത്. 20-22 ഗുളിക ഡെയിലി കഴിയും. ഈ മനുഷ്യൻ ഇതും കഴിച്ചുകൊണ്ട് കട്ടൻ ചായയും കുടിച്ച്, നമ്മൾ പറയും നമുക്ക് പ്രഷറാ, ഷുഗറാ, വയ്യ, മേല ഉപവസിക്കാൻ മേല. അദ്ദേഹം 20-22 ഗുളിക കഴിച്ചുകൊണ്ട് 3 ദിവസമൊക്കെ ഉപവസിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. മരിക്കുന്നതിന് ഒരാഴ്ച മുമ്പേയും അതേ ഉപവാസം അദ്ദേഹം നടത്തിയിട്ടാണ്, ഉപവാസം കഴിഞ്ഞിട്ടാണ് അദ്ദേഹം മരണത്തിലോട്ട് നടന്നു പോകുന്നത്. അതും മരിക്കാനുള്ളതും പെട്ടെന്നൊരു സാഹചര്യം ഉണ്ടായി അങ്ങനെ പോയത്. ഭക്തന്റെ മരണം പോലെ തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ മരണം. അപ്പം രോഗവും മരുന്നും ഒക്കെ ഉണ്ടെങ്കിലും അദ്ദേഹം ഉപവസിക്കുമായിരുന്നു. ഒരു മണി എന്ന് പറഞ്ഞാൽ ദൈവസാന്നിധ്യം അനുഭവിക്കാനുള്ള ആ ഒരു ആഗ്രഹം വലുത്. എന്നെ അതൊക്കെ ഒത്തിരി സ്വാധീനിക്കാൻ, ഒരു സുവിശേഷക നിലയിൽ ഒത്തിരി സ്വാധീനിക്കാൻ സ്വർഗം എനിക്ക് ഭാഗ്യം ചെയ്തു. അങ്ങനെ ഞങ്ങള് ചിങ്ങവനത്ത് വരുമ്പോൾ എനിക്ക് ഒരു കുഞ്ഞാണ് ഉണ്ടായിരുന്നത്, അബിഗയിൽ. ഇപ്പോൾ അവള് 10ാം ക്ലാസ്സിലാണ്. ചിങ്ങവനത്ത് വന്ന് ഞങ്ങൾക്ക് രണ്ടാമതൊരു കുഞ്ഞുങ്ങളുണ്ടായി, എസൈമ. 2 കുഞ്ഞുങ്ങളുടെയും പേര് ദൈവം ഞങ്ങൾക്ക് ദർശനത്തിൽ കാണിച്ചതാണ്. ജനിക്കും മുമ്പേ സ്കാൻ ചെയ്യാതെ പെൺകുഞ്ഞുങ്ങളാണെന്ന് ദൈവം ഞങ്ങൾക്ക് കാഴ്ചപ്പാട് തന്നാണ്. അങ്ങനെ 2 പെൺകുഞ്ഞുങ്ങളെ ദൈവം തന്നു. 2 പേരും സുവിശേഷ വേലയ്ക്ക് പ്രയോജനകരമാണ്. നല്ല 2 കുഞ്ഞുങ്ങൾ. എനിക്ക് എന്റെ രണ്ടാമത്തെ അനിയന് 3 കുഞ്ഞുങ്ങൾ, ഇളയ അനിയനും 2 കുഞ്ഞുങ്ങൾ. അങ്ങനെ കൊച്ചുമക്കളുണ്ട് ദൈവം ഞങ്ങൾക്ക് ദാനമായി തന്നിരിക്കുന്നു. അപ്പൊ ഈ 2 കുഞ്ഞുങ്ങൾ സുവിശേഷ വേലയുമായി ദേശത്തായിരുന്നു. തമ്പിച്ചാന മരണത്തിന് ശേഷം ഞാനൊരു പുതിയ പ്രവർത്തന ഫീൽഡിലേക്ക്, മുതുകുളം, കായംകുളത്തിനടുത്ത് മുതുകുളം എന്ന് പറയുന്ന സ്ഥലത്ത് ഞങ്ങളൊരു പ്രവർത്തനത്തിനായി കടന്നുപോയി. എന്റെ സഭയിൽ 30 ലക്ഷം രൂപ കടമുള്ളവരുണ്ട്, വീട് ലേലത്തിന് വെച്ചിരിക്കുന്നവരുണ്ട്, രോഗികളുണ്ട്, മക്കളില്ലാത്തവരുണ്ട്, നിരാശ അനുഭവിക്കുന്നു. പക്ഷേ ദൈവസാന്നിധ്യം, ആരാധനയും കൊണ്ട് തുടങ്ങിയാൽ ആത്മാവിൽ ആരാധിക്കുന്ന ഞങ്ങളെ കേൾക്കുന്ന ആരെങ്കിലും കേരളത്തിൽ സുവിശേഷ വേല ചെയ്യണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ മുതുകുളത്ത് വന്നാൽ മതി. പരസ്യയോഗം നടത്തുമ്പോൾ ആളുകൾ പണ്ടത്തെ പോലെ ഇങ്ങനെ വന്ന് ക്യൂ ആയിട്ട്, ഞങ്ങൾ മുതുകുളത്ത് ഒരു പരസ്യയോഗം നടത്തുമ്പോൾ ഭയങ്കര പ്രതികൂലമുള്ള സ്ഥലമാണ്. ഞങ്ങൾ മുതുകുളത്ത് ഒരു പരസ്യയോഗം നടത്തുന്ന സമയത്ത് ഒരു 10-20 സഹോദരിമാര് നേരെ മുമ്പിൽ വന്നു നിന്ന് ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഈ ഞങ്ങളുടെ ജോയിസ് ടിവിയിലൂടെ ഞങ്ങളുടെ ഈ സാക്ഷ്യം കേൾക്കുന്ന ആർക്കെങ്കിലും കേരളത്തിലൊരു സ്ഥലത്ത് പോയി ഒരാഴ്ച താമസിച്ച് പ്രവർത്തിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ വന്നാൽ മതി, ആന്റിയോട് ചോദിച്ചാൽ മതി. മുതുകുളം, കായംകുളത്തിനകത്ത് മുതുകുളം എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അവിടെ ന്യൂ ഇന്ത്യ ചർച്ച് സമയമുണ്ട്, അവിടെ IPC ഉണ്ട്, ശാരോനുണ്ട്. ഏത് പ്രവർത്തനമായാലും കുഴപ്പമില്ല, നിങ്ങൾക്ക് അവിടെ വന്ന് താമസിച്ച് പ്രവർത്തിക്കാനുള്ള സമയമുണ്ട്. പുതിയ വീടുകൾ, ആളുകൾ യേശുവിനെ സ്വീകരിക്കുന്നത് കാണാം, പ്രാർത്ഥനയോടെ അംഗീകരിക്കുന്നത് കാണാം, പ്രാർത്ഥന ആവശ്യമായ ആളുകളെ കാണിച്ചു തരാം. ദൈവം പ്രവർത്തിക്കുന്നത് അക്ഷരാർത്ഥത്തിൽ. കഴിഞ്ഞ ആഴ്ചയിലും പുതിയ 2-3 ആളുകൾ സഭയിൽ കടന്നു വരുന്നത് കാണാൻ, സുവിശേഷം പറയാൻ, എല്ലാ ആഴ്ചയിലും കർത്താവിന്റെ വരവും സുവിശേഷവും പറയാൻ സ്വർഗം ഞങ്ങളുടെ സഭയിൽ ഭാഗ്യം തരും. എന്റെ കൂടെ 2 ചെറുപ്പക്കാരായ സഹോദരന്മാരൂടെ പ്രവർത്തിക്കുന്നുണ്ട്. ദൈവം അവരെയും ശക്തമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. ഇന്ന് ഞങ്ങൾ ആ സ്ഥലത്ത് പ്രവർത്തിച്ച് കർത്താവിന്റെ വേല ചെയ്തുകൊണ്ടിരിക്കുന്നു.
ചിങ്ങവനത്ത് താമസിച്ച് ഞാൻ അവിടെ മുതുകുളത്ത് പോയി പ്രവർത്തിക്കുന്നു. ഈ ചിങ്ങവനത്ത് ഞാൻ ഓഫീസിനുള്ള ബന്ധത്തിലും മറ്റു കാര്യങ്ങളിലും ഒക്കെ പ്രവർത്തിച്ചു വരുന്നു. ഈ ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡ് പ്രസ്ഥാനത്തോടുള്ള ബന്ധത്തിൽ പാസ്റ്റർ വി എ തമ്പി, പാസ്റ്റർ ബിജു തമ്പി അവരൊക്കെ ആത്മീയ ജീവിതത്തിന്റെ വളർച്ചയുടെ ഒരു ഭാഗമാണ്. സാക്ഷ്യം നമ്മൾ പറയുമ്പോൾ നമ്മൾ വളർന്നു വന്ന അല്ലെ, നമ്മൾ ചവിട്ടി നിൽക്കുന്ന പടിയെ കുറിച്ച് നമ്മൾ എപ്പോഴും ബോധവാനായിരിക്കണം. നമ്മളെല്ലാവരും ഒരു ദിവസം ഇങ്ങനെ പൊട്ടിമുളച്ച് വലുതായി വന്നൊന്നുമല്ല. ആരെങ്കിലുമൊക്കെ നിന്ന് തന്നത് കൊണ്ടും ആരെങ്കിലുമൊക്കെ തോറ്റു തന്നത് കൊണ്ടുമാണ് വിജയമെന്ന് പറയുന്നത്. വിജയം എന്ന പദത്തിന്റെ അർത്ഥം തന്നെ അതാണ്. പുറകിലുള്ളയാൾ, കൂടെ ഓടിയാൾ തോക്കാൻ തയ്യാറായപ്പോഴാ വിജയിക്കാൻ ആളുകൾ ഉണ്ടായത്. അതുകൊണ്ട് ഞങ്ങളെ ആത്മീയമായി വളർത്തിയ പാസ്റ്റർ തോമസ് കുട്ടി, അദ്ദേഹത്തിന്റെ ഭാര്യ ജാൻസി, അദ്ദേഹത്തിന്റെ മക്കൾ, എന്റെ ചുങ്കത്തറയിലെ ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡിന്റെ സഭ ഒക്കെ ഞങ്ങളുടെ വളർച്ചയിലെ ഒരു വലിയ ഭാഗമായിരുന്നു. ഇന്ന് കർത്താവിന്റെ വേലയിൽ ദൈവം ശക്തമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. പറഞ്ഞൊത്ത കൂലിയല്ല, ന്യായമായത് തരാമെന്ന് പറഞ്ഞ് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിത്തിരിച്ചിരിക്കുകയാണ്. വിളിച്ച ദൈവം വിശ്വസ്തനാണ്. നൂറുകണക്കിന് സാക്ഷ്യങ്ങളുണ്ട്. സമയപരിധി കൊണ്ട് അവസാനിപ്പിക്കുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. കർത്താവിന് കഴിയാത്തതായിട്ടൊന്നുമില്ല. എന്റെ ദൈവം വിശ്വസ്തനാണ്. ദൈവത്തെ നേരോടെ സേവിക്കുന്നവർക്ക് ഒരു നന്മയും മുടക്കുകയില്ല. കഴിഞ്ഞ ദിവസം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ പരിശുദ്ധാത്മാവിനോട് ഇടപെട്ട ഒരു ചിന്തയുണ്ട്. യെശയ്യാപ്രവാചനം 43-ാം അധ്യായത്തിൽ പറഞ്ഞു, ഇപ്പോഴേ യാക്കോബേ നിന്നെ സൃഷ്ടിച്ചവനും നിർമ്മിച്ചവനുമായ യഹോവ അരുളി ചെയ്തു, നീ വെള്ളത്തിൽ കൂടെ കിടക്കുമ്പോൾ, തീയിൽ കൂടെ കിടക്കുമ്പോൾ, ഇതൊക്കെ പറയുന്ന പദമുണ്ട്. അവിടെ രണ്ട് പദമുണ്ട്, ഒന്ന് സൃഷ്ടി, ഒന്ന് നിർമ്മാണം. സൃഷ്ടി ദൈവം ചെയ്യുന്നതാ. ഈ റിമോട്ട് അത് സൃഷ്ടിച്ചതിന് ഒരാളുണ്ട്, ഇത് നിർമ്മിച്ചതിന് ഒരാളുണ്ട്. ശ്രദ്ധിക്കണേ, എന്റെ കയ്യിലിരിക്കുന്ന ഈ റിമോട്ട് കേടായാൽ ഇത് കാറ് നന്നാക്കുന്ന ആളുടെ അടുത്ത് കൊണ്ടുപോയാൽ നന്നാക്കാൻ പറ്റത്തില്ല. ഇത് നന്നാക്കണേ, റിമോട്ട് നന്നാക്കുന്ന ആളുടെ അടുത്ത് തന്നെ കൊണ്ടുപോകണം. വേറെ ആരെടുത്ത് കൊണ്ടുപോയാലും നടക്കത്തില്ല. അത് നന്നാക്കാൻ അറിയുന്ന ആൾക്ക് നന്നാക്കാൻ അറിയും, വേറെ കാര്യം കൊണ്ടു കൊടുത്താൽ അറിയത്തില്ല. മനുഷ്യൻ ഒരു കേട് വന്നാൽ നന്നാക്കാൻ മനുഷ്യനെ കൊണ്ട് പറ്റത്തില്ല. ദർപ്പണ യാഗ യോഗങ്ങൾക്ക് കഴിയത്തില്ല. എന്നാൽ മനുഷ്യൻ ഒരു കേട് വന്നാൽ അത് പരിഹരിക്കാൻ കഴിയുന്ന ഉലകത്തിലെ ഒരാളെ ഉള്ളൂ, അത് കർത്താവായ യേശുക്രിസ്തു മാത്രമാണ്. ഒരു തെരുവ് പ്രസംഗം എന്നതിൽ പറയാം, മറ്റൊരുത്തലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടാൻ ആകാശത്തിന്റെ കീഴിൽ ഭൂമിക്ക് മുകളിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട യേശുവിന്റെ നാമമല്ലാതെ വേറൊരു നാമമില്ല. സ്തോത്രം. തകർന്നിരിക്കുകയാണോ? നിരാശയിലാണോ? സഹായിക്കാൻ ആരുമില്ലേ? യേശുവപ്പാന്നൊന്ന് വിളിച്ചാൽ മതി, കൂടെ ഇറങ്ങി വന്ന് അതേത് പ്രതിസന്ധി ആണെങ്കിലും ആ പ്രതിസന്ധിയെ അത്ഭുതമാക്കാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. ഞാനൊരു സൈക്കാട്രിക് കൗൺസിലിംഗ് ചെയ്യുന്ന ഒരാളാണ്. ഞാൻ അത് പഠിച്ച് എന്റെ സുവിശേഷ വേലയ്ക്ക് പ്രയോജനപ്പെടുന്ന ഒരു കാര്യമാണ്. നൂറുകണക്കിന് കുഞ്ഞുങ്ങൾ, നൂറുകണക്കിന് ചെറുപ്പക്കാര് എന്റെ അടുക്കൽ വന്നിട്ടുണ്ട്. അങ്കിളെ, രക്ഷപ്പെടാൻ ആഗ്രഹമുണ്ട്, എങ്ങനെ പറ്റും? അങ്ങനെ ഒത്തിരി ആളുകളെ സഹായിക്കാൻ സ്വർഗം പരിശുദ്ധാത്മാവിനാൽ കൃപ തന്നിട്ടുണ്ട്. സ്തോത്രം. മരുന്നിന് പറ്റാത്തത്, ഡി അഡിക്ഷന് പറ്റാത്തത്, കൗൺസിലിങ്ങിന് പറ്റാത്തത് പരിശുദ്ധാത്മാവ് ചെയ്യുന്നത് സ്വർഗത്തിലെ ദൈവം എനിക്ക് കാണാൻ അവസരം തന്നിട്ടുണ്ട്. എന്റെ സ്നേഹിതൻ രാജൻ ബ്രദർ ഈ ചാനലിൽ സാക്ഷി പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മകൻ വിമൽ, അദ്ദേഹം ഒരു സൈക്കാട്രിക് കൗൺസിലറാണ്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ചെറുപ്പക്കാരായ പിള്ളേര് മദ്യത്തിനും മയക്കുമരുന്നിനും ഒക്കെ അടിമപ്പെട്ട് സെല്ലിനകത്ത് കൊണ്ടുവന്നിട്ട് അടക്കിയാണ്. കാശുകാരുടെ മക്കൾ, അതുപോലെ ജോലിക്കാരുടെ മക്കളൊക്കെ സെല്ലിനകത്ത് കൊണ്ടിട്ട് അടക്കിയാണ്. തിരുവല്ലയിൽ ഒരു കുടുംബം കാറ് കത്തിച്ചു മരിച്ചു. സ്വന്തം മകൻ മയക്കുമരുന്നിന് അടിമയായത് കാരണമാണ്. ഇതിൽ നിന്ന് രക്ഷിക്കാൻ കഴിയുന്ന ഒരാളുണ്ടെങ്കിൽ അത് യേശു മാത്രമാണ്. സൃഷ്ടിച്ചത് ദൈവമാണെങ്കിൽ എന്റെ കേടുകളെ പോക്കി എന്നിൽ ഒരു നിർമ്മാണ പ്രവൃത്തി നടത്താൻ എന്റെ ദൈവത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. ഈ കൂടെ പോയ വേഗത്തില്ല. എപ്പോഴാണെന്നറിയാമോ? നിർമ്മാണ പ്രവൃത്തിക്ക് വേണ്ടി നിന്നുകൊടുത്താൽ. ദൈവം നിർമ്മിക്കാൻ നിന്നുകൊടുത്താൽ, ദൈവത്തിന്റെ കൈക്കീഴിൽ ഉടഞ്ഞ പാത്രമായി നിന്നുകൊടുത്താൽ, തീയിൽ കൂടെ പോയാൽ വെന്തു പോകത്തില്ല, വെള്ളത്തിൽ കൂടെ പോയാൽ മൂടത്തില്ല. അല്ലാതെ പോയാൽ സംഭവിക്കും, മൂടും. ദൈവത്തിന്റെ സൃഷ്ടികളെ സകല മനുഷ്യരും എല്ലാവർക്കും പോയിട്ട് രക്ഷപ്പെടുന്നൊന്നുമില്ലല്ലോ. പക്ഷേ ദൈവത്തിന്റെ നിർമ്മാണ പ്രവൃത്തിക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ടോ? കരുതുന്ന ഒരു ദൈവകരമുണ്ട്, പ്രവർത്തിക്കുന്ന ഒരു ദൈവശബ്ദമുണ്ട്. ആ കർത്താവ് നമ്മെ സ്നേഹിക്കുന്ന ദൈവമാണ്. കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. മാത്രം കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഈ അവസരത്തിന് ഒത്തിരി നന്ദി പറയും. ആന്റിയോട്, ഈ ചാനലിനോട്, ഇതിന്റെ അണിയറയിൽ പ്രവർത്തിക്കുന്നവരോട് ഒത്തിരി നന്ദി പറയുന്നു. അനേകർക്ക് പ്രയോജനകരമായി ചാനൽ മാറട്ടെ എന്ന ആത്മാവിൽ ആശംസിക്കുകയാണ്. എല്ലാവിധ നന്ദിയും കരയറ്റുന്നു. ഓർക്കുമ്പോൾ പ്രാർത്ഥിക്കുക. കർത്താവ് നമ്മെ
എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഞങ്ങളുടെ പ്രേക്ഷകർക്ക് ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു സോ മച്ച്. ആമേൻ. താങ്ക് യു പാസ്റ്ററെ. കർത്താവ് സഹായിക്കട്ടെ. പരിശുദ്ധാത്മാവ് ജീവിതത്തിൽ വരുത്തുന്ന മാറ്റങ്ങൾ എപ്രകാരമാണ് പരിശുദ്ധാത്മാവിലെ ആരാധന കുടുംബങ്ങൾക്കകത്തും വ്യക്തി ജീവിതങ്ങൾക്കകത്തും ഒക്കെ മാറ്റം വരുത്തുന്നതെന്ന് കർത്താവിൻ്റെ ദാസൻ്റെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിലൂടെ കേൾക്കുവാനിടയായി തീർന്നു. വളരെയധികം നന്ദിയുണ്ട്. കർത്താവിൻ്റെ ദാസനെ ആ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ഓരോ ദൈവമക്കളുമായി തീർന്ന കർത്താവ് നമ്മളെ സകല സത്യത്തിലും വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ കീഴിൽ അതിൻ്റെ ഗൈഡൻസ് അനുസരിച്ച് മുന്നോട്ട് യാത്ര ചെയ്യാൻ കേൾവിക്കാരെയും കർത്താവ് സഹായിക്കട്ടെ. ദൈവദാസന് നന്ദി കരയേറ്റുന്നു. താങ്ക് യു പാസ്റ്ററെ. ഗോഡ് ബ്ലസ് യു. ദൈവദാസനൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കണ്ണുകളെ അടച്ച്. ഞങ്ങളെ അൻപോട് സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, വിലപ്പെട്ടതും അനുഗ്രഹീതവുമായ ഈ നല്ല സമയത്തിനായിട്ട് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ നവമാധ്യമത്തിലൂടെ കർത്താവിനെ ഉയർത്താൻ സ്വർഗം ഞങ്ങൾക്ക് ഭാഗ്യം തന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഈ മാധ്യമം പല നിലകളിൽ ഉപയോഗിക്കുന്നവരുണ്ട്. എന്നാൽ ജീവിതം തകർന്ന് നിരാശയുടെ പടുകുഴിയിൽ കിടക്കുന്ന ചിലരെ രക്ഷിച്ചെടുക്കാൻ നിന്റെ കുഞ്ഞുങ്ങൾ ചെയ്യുന്ന ഈ എഫേർട്ടിനെ സ്വർഗത്തിലെ ദൈവം അനുഗ്രഹിക്കണമേ. ഈ ചാനൽ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ഹൃദയങ്ങളോട് ദൈവാത്മാവ് ഇടപെടണമേ. ദൈവം അവരോട് സംസാരിക്കണമേ. രോഗികളുണ്ടെങ്കിൽ സൗഖ്യമാക്കണം. നിരാശിതരുണ്ടെങ്കിൽ ആശ്വാസം കൊടുക്കണം. ആത്മഹത്യയുടെ ഭീഷണിയിൽ പോകുന്നവരുണ്ടെങ്കിൽ സമാധാനത്തിന്റെ ദൈവം അവരുടെ ഹൃദയങ്ങളിൽ നിറയണമേ. കർത്താവേ, അങ്ങയുടെ സമാധാനം ആത്മാവിൽ അനുഭവിപ്പാൻ ജനത്തെ സ്വർഗം ഭാഗ്യം ചെയ്ത് സഹായിക്കണമേ. ഈ ചാനലിനെ അങ്ങയുടെ ദാസനിൽ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ശ്രോതാക്കളെ, ഞങ്ങൾ കേൾക്കുന്നവരെ കാണുന്നവരെ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. സർവാശ്വാസങ്ങളുടെയും ഉറവിടമായ ദൈവം സ്വർഗത്തിലെ സകല നന്മ കൊണ്ട് നമ്മെ അനുഗ്രഹിച്ചു. ദേശത്തെ ജീവിതങ്ങളെ, കുടുംബങ്ങളുടെ ജീവിതങ്ങളെ, കേൾക്കുന്ന വ്യക്തികളെ, അവരുടെ ജീവിതാനുഭവങ്ങളെ എല്ലാം ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. ഇതിന്റെ അണിയറയിൽ പ്രവർത്തിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇതിന്റെ റെസ്പോൺസിബിൾ പേഴ്സൺസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇതിന്റെ ഇന്റർവ്യൂ എടുക്കുന്ന ആൻജിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും യേശുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ ദാസന നിലയിൽ ബ്ലെസ് ചെയ്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഉയരത്തിലെ സകല അനുഗ്രഹങ്ങളും നൽകും. കൃപയുടെ വചനത്തിൽ പരിപാലിക്കും, സൂക്ഷിക്കും. പ്രാർത്ഥന യാതന കേട്ടതിനായി സ്തോത്രം. യേശുവിന്റെ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ.